രാവിലെയിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ലോകം മുഴുവൻ ദുഃഖത്തിന്റെ ഒരു ദിനത്തിലൂടെയാണ് കടന്നുപോകുന്നത്. ഇന്നലെയാണ് ആഗോള കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനായ ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ ലോകത്തോട് വിട പറഞ്ഞത്. ഇനി നിത്യതയിലാണ് പാപ്പ. മനുഷ്യ സ്നേഹത്തിന്റെ വക്താവായി എന്നെന്നും നിലകൊണ്ട പാപ്പയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച് നമുക്ക് പ്രധാന തലക്കെട്ടുകൾ നോക്കാം. മാർപ്പാപ്പയുടെ വിയോഗ ദുഃഖത്തിൽ ലോകം. മരണകാരണം ഹൃദയാഘാതവും മസ്തിഷ്കാഘാതവും. അന്ത്യവിശ്രമം റോമിലെ സെയിന്റ് മേരി മേജർ ബസലിക്കയിൽ. സംസ്കാര ചടങ്ങുകളുടെ വിശദാംശങ്ങൾ ഇന്നറിയാം. ആദരമർപ്പിച്ച് ലോകരാഷ്ട്രങ്ങൾ. പുതിയ പാപ്പയെ തെരഞ്ഞെടുക്കാനുള്ള നടപടികൾ തുടങ്ങി വത്തിക്കാൻ. പരാതിയില്ലെന്ന് വിൻസി അലോഷ്യസ്. ഷൈൻ ടോമിനെതിരായ പരാതി ഒത്തുതീർപ്പിലേക്ക്. പരാതിയിൽ പറഞ്ഞത് തനിക്കുണ്ടായ ബുദ്ധിമുട്ടെന്ന് വിൻസി. ഷൈൻ ഖേദം പ്രകടിപ്പിച്ചു. താരസംഘടനയ്ക്ക് ഇന്ന് വിശദീകരണം നൽകും. PV അൻവറിന് കൈ കൊടുക്കാൻ ഒരുങ്ങി UDF. തൃണമൂൽ കോൺഗ്രസിന് അപ്പാടെ എടുക്കുന്നതിൽ ചില നേതാക്കൾക്ക് എതിർപ്പ്. പ്രത്യേക ക്ഷണിതാവാക്കുന്നതും ആലോചനയിൽ. കോൺഗ്രസ് നേതൃത്വവുമായി നാളെ തലസ്ഥാനത്ത് കൂടിക്കാഴ്ച. അൻവറിനെതിരെ മമതാ ബാനർജിക്ക് പരാതിയുമായി ഒരു വിഭാഗം തൃണമൂൽ നേതാക്കൾ. IB ഓഫീസർ മേഘയുടെ മരണത്തിന് കാരണക്കാരനായ സുകാന്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് ഹൈക്കോടതിയിൽ. പോലീസ് റിപ്പോർട്ട് നൽകും. ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ട ഇന്റലിജൻസ് ബ്യൂറോ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സൗദിയിലേക്ക്. സന്ദർശനം. കിരീടാവകാശി സൽമാൻ രാജകുമാറിന്റെ ക്ഷണം സ്വീകരിച്ച് സാമ്പത്തിക സഹകരണം മെച്ചപ്പെടുത്തുക ലക്ഷ്യം. ഊർജ്ജ, പ്രതിരോധ, വ്യാപാര മേഖലകളിൽ കരാറുകളിൽ ഒപ്പിടും. US വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെ ഇന്ത്യ സന്ദർശനം തുടരുന്നു. ഇന്ന് ജയ്പൂർ കൊട്ടാരം സന്ദർശിക്കും. നാളെ താജ്മഹലിലേക്ക്. വാൻസിനും കുടുംബത്തിനും അത്താഴ വിരുന്നൊരുക്കി പ്രധാനമന്ത്രി. പാപ്പ ഇനി നിത്യതയിൽ. ഇന്നലെ അന്തരിച്ച ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ് ലോകം. സംസ്കാര ശുശ്രൂഷകൾക്ക് കർദിനാൾ കെവിൻ ഫാരലും കോളേജ് ഓഫ് കാർഡിനൽസിന്റെ ഡീൻ ജിയോവന്നി ബാറ്റിസ്റ്റയും നേതൃത്വം നൽകും. റോമിലെ സെയിന്റ് മേരി മേജർ ബസലിക്കയിലായിരിക്കും ആഗോള കത്തോലിക്ക സഭയുടെ എക്കാലത്തെയും ജനകീയനായ പാപ്പയുടെ അന്ത്യവിശ്രമം. ശവകുടീരത്തിൽ പ്രത്യേക അലങ്കാരങ്ങളൊന്നും പാടില്ലെന്ന് മരണപത്രത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്. പാപ്പയുടെ വിയോഗത്തിൽ ലോക നേതാക്കളെല്ലാം അനുശോചനം അറിയിച്ചിട്ടുണ്ട്. ഇന്ത്യ 3 ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ചു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടക്കമുള്ളവർ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കും. ദുഃഖസൂചകമായി വൈറ്റ് ഹൌസിൽ പതാക താഴ്ത്തിക്കെട്ടി. വിവരങ്ങളുമായി അപർണ കുറുപ്പ് ചേർന്നു. അപർണ, എങ്ങനെയായിരുന്നു തന്റെ ജീവിതം? അതുപോലെ തന്നെ വേണം തന്റെ മരണവും മരണാനന്തര കാര്യങ്ങളുമെന്ന് കൃത്യമായി മരണപത്രത്തിൽ രേഖപ്പെടുത്തിയെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. പകിട്ടുകൂടിയ സെന്റ് പീറ്റേഴ്സ് ബസലിക്ക വേണ്ട, പകരം സെയിന്റ് മേരി മേജർ ബസലിക്കയിൽ മതി അന്ത്യവിശ്രമം എന്നതുൾപ്പെടെ എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ വത്തിക്കാൻ പുറത്തുവിടുന്ന വിവരങ്ങൾ? ശ്രീജ, വത്തിക്കാനിൽ നിന്ന് ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതുള്ളത് സംസ്കാര ചടങ്ങുകൾക്കടക്കം നേതൃത്വം നൽകുന്ന കാർഡിനൽ കെവിൻ ഫാരലും കാർഡിനൽ പിയറോ പാരലൻ അടക്കമുള്ളവർ പാപ്പ താമസിച്ചിരുന്ന അദ്ദേഹത്തിന്റെ പാപ്പൽ അപ്പാർട്ട്മെന്റ് അത് അടച്ച് പൂട്ടിയിരിക്കുന്നു. അത് തന്നെ ഒരു പ്രത്യേക ചടങ്ങാണ്. സർട്ടിഫിക്കേഷൻ ഓഫ് ഡെത്തിന്റെ ഭാഗമായിട്ട് നടക്കുന്ന ചടങ്ങാണ് അത്. കാസ സാന്റ മാർട്ടയിലാണ് ഈ സർട്ടിഫിക്കേഷൻ ഓഫ് ഡെത്ത് അടക്കമുള്ള ചടങ്ങുകൾ നടന്നിരിക്കുന്നത്. ഇനി ഇപ്പോൾ വത്തിക്കാനിൽ നിന്ന് പുറത്തു വരുന്ന വാർത്തകൾ എന്ന് പറയുന്നത് പാപ്പയുടെ മരണപത്രവുമായി ബന്ധപ്പെട്ടുള്ള മരണകാരണം ഹൃദയസ്തംഭനവും പക്ഷാഘാതവുമാണെന്ന് ഒരു 6 മണിക്കൂർ മുമ്പാണ് ആ മരണകാരണം വ്യക്തമാക്കിക്കൊണ്ട് വത്തിക്കാൻ അറിയിച്ചിരിക്കുന്നത്.
നേരത്തെ ശ്രീജ പറഞ്ഞ പോലെ തന്നെ റോമിലെ സെയിന്റ് മേരി മേജർ ബസിലിക്കയിലാകണം തന്റെ സംസ്കാര ചടങ്ങുകളെന്ന് മാർപ്പാപ്പ മരണപത്രത്തിൽ കുറിച്ചിരിക്കുന്നു. എല്ലാ മുൻ മാർപ്പാപ്പമാരിൽ മിക്കവരും അന്ത്യവിശ്രമം കൊള്ളുന്നത് വത്തിക്കാനിലെ സെയിന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലാണ്. പക്ഷേ അതേസമയം തനിക്ക് സെയിന്റ് മേരി മേജർ ബസിലിക്കയിൽ വേണം, പ്രത്യേക അലങ്കാരങ്ങൾ പാടില്ല, വളരെ ലളിതമായിട്ട് വേണം ചടങ്ങുകളെന്നും ലാറ്റിൻ ഭാഷയിൽ ഫ്രാൻസിസ് എന്ന് മാത്രം എഴുതിയാൽ മതി എന്നുകൂടി പത്രത്തിൽ പറയുകയാണ്. അദ്ദേഹം എങ്ങനെയാണോ ജീവിച്ചത് അതനുസരിച്ചുള്ള ഒരു മടങ്ങിപ്പോക്ക് തന്നെയാണ് തനിക്ക് വേണ്ടത് എന്ന് നിഷ്കർഷിച്ചുകൊണ്ടുള്ള ഒരു മരണപത്രം കൂടിയാണ് വരുന്നത്. ഇന്നലെ തൊട്ടേ സെയിന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലേക്ക് 10,000-കണക്കിന് വിശ്വാസികൾ ഒഴുകിയെത്തുന്ന സാഹചര്യം. ഡൊണാൾഡ് ട്രംപ് അടക്കം, ബ്രസീലിൻ്റെ ലുല ഡിസിൽവ അടക്കം പസഫിക് ഭൂഖണ്ഡത്തിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങളുടെ എല്ലാം ഭരണത്തലവന്മാർ, മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള ഭരണത്തലവന്മാർ, അങ്ങനെ ഒരിക്കലും ഒരു കത്തോലിക്ക സഭയുടെ ഒരു പരമാധികാരിയായിരുന്ന ഒരാൾക്ക്, അധ്യക്ഷനായിരുന്ന ഒരാൾക്ക് ഇതുവരെ ലഭിക്കാത്ത തരത്തിലുള്ള ഒരു വലിയ യാത്രയയപ്പ് വരുന്നത് ലോകരാഷ്ട്ര തലവന്മാർ പങ്കെടുക്കുന്ന ഒരു സംസ്കാര ചടങ്ങാണ് നടക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. ഒരുപക്ഷെ ഇതിൽ അമേരിക്കൻ ഭരണകൂടം അടക്കം ഫ്രാൻസിസ് മാർപ്പാപ്പ തന്റെ വ്യക്തമായ നിലപാടുകൾ പലതവണ പ്രകടമാക്കിക്കൊണ്ട് വിമർശിക്കുകയും ചെയ്തിട്ടുള്ള ഭരണകൂടങ്ങളാണ്. പക്ഷേ ആ ഭരണകൂടങ്ങൾ പോലും അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങിൽ ആദരവ് അർപ്പിച്ചുകൊണ്ട് നേരിട്ട് ഭരണാധികാരികൾ പങ്കെടുത്തു. ട്രംപിനോട് തന്നെ നേരിട്ട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ ലോകം കണ്ട ഏറ്റവും വലിയ കരുണാവാനായിരുന്ന മനുഷ്യനായിരുന്നു, വൈദികനായിരുന്നു എന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ എല്ലാ ഭരണാധികാരികളും വരുന്ന ഒരു ചടങ്ങായിട്ട് മാറും. എപ്പോൾ 4 തൊട്ട് 6 ദിവസം വരെയുണ്ട് ഈ സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത് എന്നാണ് അറിയുന്നത്. ഇനി അതിനുശേഷമാണ് നേരത്തെ പറഞ്ഞ പോലെ ആരായിരിക്കും ഇനി വത്തിക്കാനിൽ ഉണ്ടാവുക എന്നുള്ള അടുത്ത വത്തിക്കാനിലെ തീരുമാനം ഏത് തരത്തിലാണ്, നടപടിക്രമങ്ങൾ എങ്ങനെയാണ് എന്ന് തീരുമാനിക്കുക. ഇന്ത്യയും ആദര സൂചകമായിട്ട് 3 ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. നമുക്ക് നമ്മുടെ രാജ്യത്ത് സർക്കാർ മന്ദിരങ്ങളിലെ ദേശീയ പതാക താഴ്ത്തിക്കെട്ടിക്കൊണ്ട് തന്നെ ഈ ദുഃഖാചരണത്തിന്റെ ഭാഗമാകുകയാണ് പൂർണ്ണമായിട്ടും. കഴിഞ്ഞ G7 ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാർപ്പാപ്പയെ നേരിട്ട് കണ്ട് സംസാരിച്ചിരുന്നതാണ്. അത്യാഘാതമായ രീതിയിലുള്ള ദുഃഖമാണ് താൻ രേഖപ്പെടുത്തുന്നത് എന്ന് നരേന്ദ്രമോദി പറയുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ലോകരാഷ്ട്രങ്ങൾ ഇന്ത്യ തൊട്ട് മിഡിൽ ഈസ്റ്റ് വരെ വ്യത്യസ്തമായിട്ടുള്ള മത ആചാരങ്ങൾ പുലർത്തുന്ന രാഷ്ട്രങ്ങളുടെ ഭരണത്തലവന്മാർ പോലും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിയോഗത്തിൽ അത്യാഘാതമായ ദുഃഖം രേഖപ്പെടുത്തുക മാത്രമല്ല ഈ സംസ്കാര ചടങ്ങുകൾ പങ്കെടുത്തുകൊണ്ട് അതിൽ സാന്നിധ്യം ഉറപ്പാക്കുമെന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. വത്തിക്കാനിൽ നിന്ന് നമുക്ക് പുതിയ അപ്ഡേറ്റുകളിലേക്ക് നോക്കുമ്പോൾ വത്തിക്കാനിൽ നിന്ന് ഇനി ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ കാർഡിനൽ കെവിൻ ഫാരലാണ് സംസ്കാര ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുന്നത്. ഒരു 4 മണിക്കൂർ മുമ്പാണ് പോപ്പ് ഫ്രാൻസിസ് ജീവിച്ചിരുന്ന കാസ സാന്റാ മാർത്തയിലെ അപ്പാർട്ട്മെന്റ് ലോക്ക് ചെയ്യുന്ന ചടങ്ങ് നടന്നത്. കെവിൻ ഫാരൽ, പിയട്രോ പാരലിൻ, ആർച്ച് ബിഷപ്പ് എഡ്ഗാർ പേന പാറാസിൽ, അങ്ങനെ 3 വൈദികർ ചേർന്നുകൊണ്ട് ഈ അപ്പാർട്ട്മെന്റിന്റെ ഡോറുകൾ സീൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് ഒരു ചടങ്ങ് കൂടിയാണ്. ഇത് 1 മണിക്കൂർ നീണ്ടു നിന്ന ചടങ്ങായിരുന്നു അത്. ഇനി ജനറൽ കോൺഗ്രിഗേഷൻ, ഈ കാർഡിനൽസിന്റെ ആദ്യത്തെ ജനറൽ കോൺഗ്രിഗേഷൻ ചൊവ്വാഴ്ച, വത്തിക്കാൻ സമയം ചൊവ്വാഴ്ച രാവിലെയാണ് നടത്തുക. എപ്പോഴായിരിക്കും സംസ്കാര ചടങ്ങ് നടക്കുക എന്നുള്ളത് അപ്പോഴാണ് തീരുമാനിക്കുക. വത്തിക്കാനിൽ ചൊവ്വാഴ്ച രാവിലെ നടക്കുന്ന ഈ കോൺഗ്രിഗേഷനിൽ തീരുമാനിക്കും കൃത്യമായിട്ടുള്ള ഡേറ്റ് എപ്പോഴായിരിക്കും എന്നുള്ളത്. അതിൽ അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ 4 തൊട്ട് 6 വരെ ദിവസം അതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. അദ്ദേഹം ആരായിരിക്കും അടുത്ത മാർപ്പാപ്പ എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവുകയും ചെയ്യും. ശ്രീജ, ശരി. വെബ്സൈറ്റിൽ നിന്ന് സഭയുടെ പരമാധ്യക്ഷൻ എന്നുള്ള പാപ്പയുടെ ചിത്രവും വിവരങ്ങളും മാറ്റിക്കഴിഞ്ഞു. അതും താൽക്കാലികമായി ഇങ്ങനെ മാർപ്പാപ്പയുടെ മരണശേഷം ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇന്ന് വത്തിക്കാനിൽ കർദിനാൾമാരുടെ യോഗം ചേരും. എന്നിട്ടായിരിക്കും സംസ്കാരം അടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കുക. മരണത്തിന് തൊട്ടു മുൻപ് ഫ്രാൻസിസ് മാർപ്പാപ്പ ലോകത്തോട് നടത്തിയ ആഹ്വാനം നടപ്പാകുമോ എന്നറിയേണ്ട നിമിഷങ്ങൾ കൂടിയാണ് മുന്നിലുള്ളത്. ഗാസയിൽ വെടിനിർത്തൽ സാധ്യമാക്കണമെന്നും
ബന്ദികളെ വിട്ടയക്കണമെന്നുമായിരുന്നു ഈസ്റ്റർ ദിന സന്ദേശത്തിൽ മാർപ്പാപ്പ ലോകത്തോട് ആവശ്യപ്പെട്ടത്. Benedicat vos, omnipotens Deus, Pater, et Filius, et Spiritus Sancti. Amen. മരണത്തലേന്ന് ഈസ്റ്റർ ദിന സന്ദേശത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ നടത്തിയ ആഹ്വാനം സ്വീകരിക്കാൻ ഇസ്രയേലും അമേരിക്കയും ഹമാസും തയ്യാറായാൽ മധ്യേഷ്യയിൽ സമാധാനം പുലരും. ഗാസയിൽ അടിയന്തര വെടിനിർത്തൽ നടപ്പാക്കണം. എല്ലാ ബന്ദികളെയും വിട്ടയക്കാൻ ഹമാസ് തയ്യാറാകണം. ആഗോളതലത്തിൽ ജൂതവിരുദ്ധതയിൽ ആശങ്ക അറിയിച്ച മാർപ്പാപ്പ ഗാസയിലും ഇസ്രയേലിലും യുദ്ധത്തിന്റെ കഷ്ടതകൾ അനുഭവിക്കുന്ന ജനങ്ങൾക്കൊപ്പമാണ് തന്റെ മനസ്സെന്നും വ്യക്തമാക്കി. ഗാസയിൽ പട്ടിണി അനുഭവിക്കുന്ന ജനങ്ങളെ സഹായിക്കണമെന്നും ലോകത്തോട് അഭ്യർത്ഥിച്ചു. മാർപ്പാപ്പയുടെ ആഹ്വാനത്തോട് അനുകൂലമായോ പ്രതികൂലമായോ ഇസ്രയേൽ പ്രതികരിച്ചിട്ടില്ല. എന്നാൽ ഇസ്രയേൽ പ്രസിഡന്റ് ഐസക് ഹെർസോഗ് അനുശോചന സന്ദേശത്തിൽ ഇങ്ങനെ പറഞ്ഞു: മധ്യേഷ്യയിലെ സമാധാനത്തിനും ബന്ദികളുടെ സുരക്ഷിതമായ തിരിച്ചുവരവിനുമുള്ള അദ്ദേഹത്തിന്റെ പ്രാർത്ഥനകൾക്ക് ഉടൻ ഉത്തരം ലഭിക്കുമെന്ന് ആത്മാർത്ഥമായി പ്രതീക്ഷിക്കുന്നു. ഈ വാക്കുകളെ വേണമെങ്കിൽ പോസിറ്റീവായും വ്യാഖ്യാനിക്കാം. To share my deepest condolences with the Christian world, the Catholic world, and with the Christian communities here in Israel, the Holy Land, and Catholics in the United States for their great loss on the passing of His Holiness Pope Francis. You and I are both people of faith, and I know we share the deepest hope that his memory inspire acts of kindness and unity, dialogue between peoples, and hope for humanity. ജൂതവിരുദ്ധതയ്ക്കെതിരെ ശബ്ദമുയർത്തിയ പോപ്പ് എന്ന നിലയിലും ഇസ്രയേൽ സന്ദർശിക്കുകയും സയനിസ്റ്റ് ദാർശനികനായ തിയോഡോർ ഹെർസലിന്റെ ശവകുടീരം സന്ദർശിച്ച ആദ്യ പോപ്പ് എന്ന നിലയിലും ഇസ്രയേൽ ജനതയ്ക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പയോട് പ്രത്യേക അടുപ്പമുണ്ട്. പക്ഷേ ഈ സ്നേഹം കൊണ്ട് മാത്രം പലസ്തീനോടുള്ള രാഷ്ട്രീയ തീരുമാനം ഇസ്രയേൽ മാറ്റണമെന്നില്ല. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18. അപർണ തുടരുന്നുണ്ട്. അപർണ, ഗാസ മാത്രമല്ല, അമേരിക്കയിൽ ഒരുപക്ഷെ കത്തോലിക്ക സഭയിൽ അംഗങ്ങളായ JD വാൻസ് അടക്കമുള്ളവരുള്ള ഒരു ഗവൺമെന്റ് കുടിയേറ്റക്കാരെ വളരെ മനുഷ്യത്വരഹിതമായി തിരിച്ചയക്കുമ്പോൾ അദ്ദേഹത്തെ ഏതൊരു അധികാരത്തിന്റെ ആക്കത്തിൽ ചെയ്യുന്ന ഏതൊരു മോശം കാര്യവും ഏറ്റവും മോശമായി അവസാനിക്കുമെന്ന് പറയാൻ മടി കാണിക്കാത്ത ആളാണ് മാർപ്പാപ്പ. അതായത് ഒരുപക്ഷെ മുൻപ് നമ്മൾ കണ്ടിട്ടില്ലാത്ത തരത്തിൽ ആഗോള പ്രശ്നങ്ങളിൽ എല്ലാം മനുഷ്യനായി സ്നേഹത്തിന്റെ കണ്ണിലൂടെ വേണം കാണാനെന്ന് ഉറക്കെ പറയുകയും അധികാരഘടനയിൽ ഒന്നാമത് നിൽക്കുന്ന അമേരിക്കയെ വരെ വിമർശിക്കാൻ മടി കാണിക്കാതിരിക്കുകയും ചെയ്ത ഒരാൾ കൂടിയാണ് പാപ്പ. അങ്ങനെ നോക്കുമ്പോൾ അദ്ദേഹം എന്തൊരു ധീരനായിരുന്നു എന്നുകൂടി ഈ സമയത്ത് ഓർക്കേണ്ടതല്ലേ? തീർച്ചയായിട്ടും. അതുകൊണ്ട് തന്നെയാണ് ശ്രീജ, ആരായിരിക്കും പാപ്പയുടെ പിൻഗാമി എന്നുള്ളത് സംബന്ധിച്ചും ലോകം ഉറ്റുനോക്കുകയും ആ തരത്തിലുള്ള ചർച്ചകൾ നടക്കുകയും ചെയ്യുന്നത്. ഈ നിമിഷത്തിൽ നമുക്ക് പുറത്തു വരുന്ന നമ്മൾ പുറത്തു വരുന്ന വാർത്തകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ ബന്ധപ്പെട്ടുള്ള ചില അപ്ഡേറ്റുകൾ കൂടിയാണ്. കഴിഞ്ഞ മുൻകാലങ്ങളിൽ നടന്നിരുന്നതുപോലെയുള്ള, അതായത് മാർപ്പാപ്പയുടെ ഭൗതികദേഹം സൈപ്രസിൻ്റെയും ഓക്കിൻ്റെയും അടക്കമുള്ള 3 കോഫിൻസിൽ വെക്കുന്ന പരമ്പരാഗതമായിട്ടുള്ള ചടങ്ങുകളുണ്ട്. ഇത്തവണ അതുണ്ടാവുകയില്ല. പകരം ഒരു വുഡൻ്റെ കോഫിനിലായിരിക്കും ഇത് വെക്കുക എന്ന് അറിയുന്നു. അദ്ദേഹത്തിൻ്റെ ഫോർമൽ ഡിക്ലറേഷൻ ഓഫ് ഡെത്തിലടക്കം, അദ്ദേഹം പുറത്തുവിട്ട മരണപത്രത്തിലടക്കം അദ്ദേഹം എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ, അദ്ദേഹത്തിൻ്റെ വസ്ത്രം എന്നതടക്കമുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. റെഡ് ഒരു ലിറ്റർജിക്കൽ ഡ്രസ്സിനകത്തായിരിക്കും അദ്ദേഹം ഉണ്ടാവുക. ബിഷപ്പുമാരുടെ പരമ്പരാഗതമായിട്ടുള്ള വസ്ത്രധാരണം ഉണ്ടാകും. ഒരു വൂളൻ സ്റ്റൂളും ഒരു സ്കാർഫുമായിരിക്കും അദ്ദേഹത്തെ ധരിപ്പിക്കുക എന്നാണ് പറയുന്നത്. ഇനി സംസ്കാര ചടങ്ങുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ കൂടുതൽ പുറത്തു വന്നുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു അതിലേക്ക് കൂടുതൽ അപ്ഡേറ്റുകളിലേക്ക് വരുന്നതിന് മുമ്പ് ഇപ്പോൾ വരുന്ന ചർച്ചകൾ ആരായിരിക്കും ഏറ്റവും പുതിയ മാർപ്പാപ്പ
എന്നുള്ള കാര്യമാണ്. ഇപ്പോൾ കർദിനാൾ പീറ്റർ എർദോ, പിയട്രോ പാരോളിൻ, കർദിനാൾ മാത്യു സുപ്പി, കർദിനാൾ റൈമണ്ട് ലിയോ ബെർക്ക്, ഈ 4 പേരുടെ പേരുകളാണ് കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കുന്നത്. പാപ്പൽ കോൺക്ലേവ് നടക്കുമ്പോൾ അതിൽ 138 കർദിനാൾമാർ രഹസ്യ വോട്ടെടുപ്പിലൂടെ പുതിയ പോപ്പിനെ തെരഞ്ഞെടുക്കും. ഉറ്റുനോക്കുന്നത് ഒരുപക്ഷെ ആദ്യത്തെ കറുത്ത വർഗ്ഗക്കാരനായിട്ടുള്ള ഒരു മാർപ്പാപ്പ ഉണ്ടാകുമോ ഇത് അടുത്ത പിൻഗാമിയായിട്ട് എന്നുള്ളത് കാര്യമാണ്. പീറ്റർ എർക്സൺ 76 വയസ്സുള്ള ഖാനയിൽ നിന്നുള്ള പീറ്റർ ടർസൺ ആയാൽ അദ്ദേഹം നൂറ്റാണ്ടുകളിലെ ആദ്യത്തെ ഫസ്റ്റ് ബ്ലാക്ക് പോപ്പായിരിക്കും. അദ്ദേഹം ആഗോള താപനമടക്കമുള്ള വിഷയങ്ങളിൽ, ദാരിദ്ര്യ നിർമ്മാർജ്ജനമടക്കമുള്ള വിഷയങ്ങളിൽ, സാമ്പത്തിക തുല്യത ഉറപ്പുവരുത്തുന്ന അടക്കമുള്ള കാര്യങ്ങൾക്കൊക്കെ ഒപ്പം പോപ്പ് ഫ്രാൻസിസിന്റെ പാത തന്നെ പിന്തുടർന്നുകൊണ്ട് ട്രാൻസ് സമൂഹത്തിന് വേണ്ടി അവകാശ പോരാട്ടങ്ങൾക്കൊക്കെ അനുകൂലമായിട്ടുള്ള നിലപാട് പ്രകടമാക്കിയിട്ടുള്ള ഒരാൾ കൂടിയാണ്. ആഫ്രിക്കൻ രാജ്യങ്ങളിലുള്ള പല നിയമങ്ങളും ക്കെതിരെയും ജനജീവിതം ദുസ്സഹമാക്കുന്ന കടുത്ത നിയമങ്ങൾക്കെതിരെയൊക്കെ വലിയ ശബ്ദമുയർത്തിയിട്ടുള്ള ഒരാളൊക്കെ കൂടിയാണ്. മനുഷ്യാവകാശങ്ങളിൽ അഴിമതി നടക്കുന്നു, അതാണ് അദ്ദേഹം നടത്തിയ വലിയൊരു സ്പീച്ചിലൊക്കെ ഉള്ളത്. അപ്പോൾ ടർസൺ ആകുമോ ഇനിയുള്ള പോപ്പ് ഫ്രാൻസിന്റെ പിൻഗാമി എന്ന് ഉറ്റുനോക്കാണ്. ഖാനയിൽ നിന്നുള്ള പീറ്റർ ടർസൺ, ആ പേരുകൾ അദ്ദേഹത്തിന്റെ പേരുണ്ട്. പക്ഷേ ഇറ്റലിയിൽ തന്നെയുള്ള പിയട്രോ പാരോലിൻ 70 വയസ്സുള്ള അദ്ദേഹമാണ് സ്വാഭാവികമായിട്ടും പോപ്പ് ഫ്രാൻസിന്റെ പിൻഗാമിയാകാൻ സാധ്യതയുള്ളത് എന്ന് പറയുന്നു. അദ്ദേഹം 2013 തൊട്ട് വത്തിക്കാൻ്റെ സെക്രട്ടറി കൂടിയാണ്. വത്തിക്കാൻ്റെ എല്ലാ നയതന്ത്രപരമായിട്ടുള്ള കാര്യങ്ങളിലും വളരെ സുപ്രധാനമായിട്ടുള്ള ഇടപെടലുകൾ നടത്തിയിട്ടുള്ള ഒരാളാണ്. പ്രത്യേകിച്ച് ചൈനയുമായിട്ടും അതോടൊപ്പം തന്നെ മിഡിൽ ഈസ്റ്റ് ഭരണകൂടങ്ങളുമായി കഴിഞ്ഞ കുറച്ച് സമയങ്ങളായിട്ട് പോപ്പ് ഫ്രാൻസിസുമായി വളരെ പ്രധാനപ്പെട്ട ചർച്ചകളൊക്കെ നടത്തിയിട്ടുള്ള ഭരണകൂടങ്ങൾ, മിഡിൽ ഈസ്റ്റ് ഭരണങ്ങൾ, ഇതിലൊക്കെ വളരെ പ്രധാനപ്പെട്ട നിലപാടെടുക്കുകയും ഇടപെടൽ നടത്തുകയും ആയിട്ടുള്ള ഒരാൾ കൂടിയാണ് പിയട്രോ പാരോലിൻ. അദ്ദേഹത്തിൻ്റെ പേരാണ് ഏറ്റവും പ്രധാനമായിട്ട് എടുത്ത് കേൾക്കുന്നത്. ഈ ബിഷപ്പുമാരെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചൈനീസ് ഭരണകൂടമായിട്ട് ഉണ്ടായ വളരെ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു എഗ്രിമെൻ്റൊക്കെ അതിൻ്റെ പിറകിലൊക്കെ പ്രവർത്തിച്ച ഒരാൾ കൂടിയാണ് പിയട്രോ പാരോലിൻ എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും പോപ്പ് ഫ്രാൻസിസ് ഇതുവരെ കൊണ്ടു നടന്ന നയങ്ങൾ തുടരുന്ന ഒരാളാണ് അദ്ദേഹം. അതുകൊണ്ടൊരു കണ്ടിന്യൂറ്റി കാൻഡിഡേറ്റ് എന്നാണ് അദ്ദേഹത്തെ പറയുന്നത്, അദ്ദേഹം ആകാനുള്ളൊരു സാധ്യത. മൂന്നാമത് പറയുന്നത് ടാഗിൾ, ലൂയിസ് ആന്റോണിയോ ടാഗിൾ. അദ്ദേഹം ഫിലിപ്പീൻസിൽ നിന്നുള്ള ആർച്ച് ബിഷപ്പാണ്. അദ്ദേഹമാണ് ആകുന്നതെങ്കിൽ അത് ആദ്യത്തെ ഏഷ്യൻ മാർപ്പാപ്പയായിരിക്കും എന്നാണ് പറയുന്നത്. കാരണം കാത്തലിക് പോപ്പുലേഷൻ ഏറ്റവും കൂടിക്കൊണ്ടിരിക്കുന്ന ഏഷ്യയെ സംബന്ധിച്ചിടത്തോളം ഏഷ്യയെ പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള ഒരു മാർപ്പാപ്പ ആകുമോ ഇനി ആഗോള കത്തോലിക്ക സഭയുടെ തലപ്പത്ത് വരിക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അങ്ങനെ 3 പ്രധാനപ്പെട്ട പേരുകളുണ്ട് അദ്ദേഹത്തിൽ. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഫിലിപ്പീൻസിൽ നിന്നുള്ള ലൂയിസ് ആന്റോണിയോ ടിഗാളോയും അദ്ദേഹം വളരെ ധൈര്യ സമേതം ചില നിലപാടുകൾ എടുത്ത ഒരാൾ കൂടിയാണ്. അത് സ്വവർഗ വിവാഹങ്ങളുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ഒപ്പം സഭ വിവാഹമോചിതരോട് കാണിക്കുന്ന നിലപാടുകൾ വളരെ കടുപ്പമാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ്. അതേസമയം ഫിലിപ്പീൻസിൽ അബോർഷൻ അവകാശങ്ങൾക്ക് വേണ്ടി നടന്ന പ്രൊട്ടസ്റ്റിൽ നിന്ന് അദ്ദേഹം വിട്ടുനിൽക്കുകയും ചെയ്തു. അങ്ങനെ ഒരു ചെറിയ ഒരു വിമർശനം കൂടി അദ്ദേഹത്തിന് പുറത്തുണ്ട്. അങ്ങനെ 3 പേരുടെ പേര്. ഒപ്പം ഹംഗറിയിൽ നിന്നുള്ള പീറ്റർ എഡ്രോ, 72കാരനായിട്ടുള്ള പീറ്റർ എഡ്രോ, അദ്ദേഹം വളരെ പരമ്പരാഗതമായിട്ടുള്ള കത്തോലിക്ക വിശ്വാസങ്ങളെ കൊണ്ടു നടക്കുന്ന ഒരാൾ കൂടിയാണ്. അദ്ദേഹമാണ് ആകുന്നതെങ്കിൽ അത് പോപ്പ് ഫ്രാൻസിസ് ഇതുവരെ തുടർന്നു വന്ന നിലപാടുകളിൽ നിന്ന് വലിയൊരു വ്യത്യാസമായിരിക്കും ഉണ്ടാവുക. ശരി അപർണ, എന്തായാലും ചർച്ചകൾ സജീവമായി പുരോഗമിക്കുകയാണ്. ആരായിരിക്കും പുതിയ മാർപ്പാപ്പ എന്നതിൽ വലിയ രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. പക്ഷേ അതിസങ്കീർണമായ, അങ്ങനെ തന്നെ വേണം പറയാൻ, അതിസങ്കീർണമായ ഒരു പ്രക്രിയയിലൂടെയാണ് സഭ പുതിയ പരമാധ്യക്ഷനെ തെരഞ്ഞെടുക്കുന്നത്. അത് വളരെ കൗതുകകരവുമാണ്. ആ സങ്കീർണമായ പ്രക്രിയയ്ക്ക് ഇന്ന് തന്നെ തുടക്കമാകും എന്നാണ് വിവരങ്ങൾ. മാർപ്പാപ്പയുടെ സംസ്കാര ചടങ്ങിന്റെ തീയതിയും സമയവും പക്ഷേ ഇതുവരെയും തീരുമാനിച്ചിട്ടില്ല. മരണശേഷം മൃതദേഹം പൊതുവെ 4 മുതൽ 6 ദിവസങ്ങൾക്കുള്ളിലാണ് സംസ്കരിക്കാറുള്ളത്. അദ്ദേഹം
പോപ്പ് ഫ്രാൻസിസ് തന്റെ മൃതദേഹം ഒരുപാട് വെച്ചുകൊണ്ടിരിക്കരുത് എന്നാവശ്യപ്പെട്ടതായും ഇന്നലെ വിവരങ്ങളുണ്ടായിരുന്നു. ഇന്നലെ മാർ റാഫേൽ തട്ടിലൊക്കെ ആ തരത്തിൽ പറയുന്നുണ്ടായിരുന്നു. നിലവിൽ 91 വയസ്സുള്ള കോളേജ് ഓഫ് കാർഡിനൽസിന്റെ ഡീനായ ഇറ്റാലിയൻ ബിഷപ്പ് ജിയോവന്നി ബാറ്റിസ്റ്റ ആയിരിക്കും സംസ്കാര ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുക. ഫ്രാൻസിസ് മാർപ്പാപ്പ കാലം ചെയ്തു. 88 വയസ്സായിരുന്നു. ഫെബ്രുവരി 14 മുതൽ ശ്വാസകോശ അണുബാധയെ തുടർന്ന് വത്തിക്കാനിലെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ. ശ്വാസതടസ്സം അനുഭവപ്പെട്ടതിനെ തുടർന്നായിരുന്നു 88-കാരനായ പാപ്പയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. തുടർന്ന് നടത്തിയ പരിശോധനയിൽ അദ്ദേഹത്തിന്റെ 2 ശ്വാസകോശങ്ങളിലും ന്യൂമോണിയ ബാധിച്ചതായി കണ്ടെത്തിയിരുന്നു. കഴിഞ്ഞ 2 വർഷത്തോളമായി പോപ്പ് ഫ്രാൻസിസിന്റെ ആരോഗ്യനില മോശമായിരുന്നു. ചെറുപ്രായത്തിൽ തന്നെ അദ്ദേഹത്തിന് പ്ലൂറസി എന്ന ശ്വാസകോശത്തിന്റെ ആവരണത്തെ ബാധിക്കുന്ന അസുഖം ബാധിച്ചതിനെ തുടർന്ന് ശ്വാസകോശത്തിന്റെ ഒരു ഭാഗം നീക്കം ചെയ്തിട്ടുണ്ട്. 2013 ഫ്രാൻസിസ് മാർപ്പാപ്പ ആ ചുമതലയേൽക്കുന്നത്. ബെനഡിക്ട് 16 മാർപ്പാപ്പ രാജിവെച്ചതിനെ തുടർന്നായിരുന്നു അത്. മാർച്ച് 13 ഇറ്റാലിയൻ സന്യാസിയും കവിയുമായ വിശുദ്ധ ഫ്രാൻസിസ് ഓഫ് അസീസിയുടെ സ്മരണാർത്ഥം ചേർന്ന പേപ്പൽ കോൺക്ലേവിന് ശേഷം പോപ്പ് ബെനഡിക്റ്റിന്റെ പിൻഗാമിയായി അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടു. പരമ്പരാഗതമായി കാമർലെങ്കോ എന്ന മുതിർന്ന വത്തിക്കാൻ ഉദ്യോഗസ്ഥനാണ് മാർപ്പാപ്പയുടെ മരണം സ്ഥിരീകരിക്കുക. നിലവിൽ ആ സ്ഥാനം ഐറിഷ് വംശജനായ കർദിനാൾ കെവിൻ ഫാരലാണ് വഹിക്കുന്നത്. കർദിനാൾ ഫെറൽ മാർപ്പാപ്പയുടെ മൃതദേഹം അദ്ദേഹത്തിന്റെ സ്വകാര്യ ചാപ്പലിൽ സന്ദർശിക്കുകയും തുടർന്ന് അദ്ദേഹത്തിന്റെ പേര് വിളിക്കുകയും ചെയ്യുമെന്ന് പരമ്പരാഗത ചടങ്ങുകളെ അനുസ്മരിച്ച് പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നു. എങ്കിലും മെഡിക്കൽ മാർഗങ്ങളിലൂടെ ഡോക്ടർമാർ മാർപ്പാപ്പയുടെ മരണം സ്ഥിരീകരിക്കാനും സാധ്യതയുണ്ട്. ഒരു മാർപ്പാപ്പ വൈദ്യചികിത്സകളോട് പൂർണ്ണമായും പ്രതികരിക്കുന്നത് നിർത്തി നിശ്ചലമായി കിടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മുദ്രമോതിരം വികൃതമാക്കുകയോ നശിപ്പിക്കുകയോ ചെയ്യും. അത് അദ്ദേഹത്തിന്റെ ഭരണകാലയളവിന്റെ അവസാനത്തെ സൂചിപ്പിക്കുന്നു. കൂടാതെ പേപ്പൽ അപ്പാർട്ട്മെന്റുകൾ സീൽ ചെയ്യുകയും ചെയ്യും. മാർപ്പാപ്പയുടെ മരണം വത്തിക്കാൻ ഔദ്യോഗിക പ്രസ്താവനയിലൂടെ ലോകത്തെ അറിയിക്കുന്നതിന് മുൻപായി മുതിർന്ന സഭാ നേതൃത്വത്തിന്റെ ഭരണസമിതിയായ കോളേജ് ഓഫ് കാർഡിനൽസിനെ കാമർലെങ്കോ അദ്ദേഹം മരിച്ചതായി അറിയിക്കും. മാർപ്പാപ്പയുടെ മരണശേഷം മൃതദേഹം പൊതുവെ 4 മുതൽ 6 ദിവസങ്ങൾക്കുള്ളിൽ സംസ്കരിക്കും. നിലവിൽ 91 വയസ്സുള്ള കോളേജ് ഓഫ് കാർഡിനൽസിന്റെ ഡീനായ ഇറ്റാലിയൻ സ്വദേശി ജിയോവന്നി ബാറ്റിസ്റ്റ ആയിരിക്കും മാതൃസംസ്കാര ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുക. പൊതുവെ മാർപ്പാപ്പയെ സംസ്കരിക്കുന്നത് വത്തിക്കാൻ ഗ്രോട്ടോസിലാണ്. സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ താഴെയായി സ്ഥിതി ചെയ്യുന്ന കല്ലറയാണിത്. എന്നാൽ റോമിലെ തന്റെ പ്രിയപ്പെട്ടതും ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്നതുമായ സാന്താ മരിയ മാഗിയോർ ബസിലിക്കയിൽ അന്ത്യവിശ്രമം കൊള്ളാനാണ് ആഗ്രഹിക്കുന്നതെന്ന് 2023 നൽകിയ ഒരു അഭിമുഖത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞിരുന്നു. മാർപ്പാപ്പയുടെ മരണശേഷം ദുഃഖാചരണം 9 ദിവസം നീണ്ടു നിൽക്കുമെന്ന് പൊളിറ്റിക്കോയിലെ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ഈ കാലയളവ് നോവൻഡിയേൽ എന്നറിയപ്പെടുന്നു. ഇതൊരു പുരാതന റോമൻ ആചാരമാണ്. ഈ കാലയളവിൽ പതിവ് പാരമ്പര്യമനുസരിച്ച് പോപ്പിന്റെ മൃതദേഹം പേപ്പൽ വസ്ത്രങ്ങൾ ധരിപ്പിച്ച് പൊതുജനങ്ങൾക്ക് കാണുന്നതിനായി സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ പ്രദർശിപ്പിക്കും. പലപ്പോഴും മാർപ്പാപ്പമാരുടെ മൃതദേഹം എംബാം ചെയ്ത് സൂക്ഷിക്കാറുണ്ട്. ചിലരുടെ അവയവങ്ങൾ സംസ്കരിക്കുന്നതിന് മുൻപായി നീക്കം ചെയ്യുകയും ചെയ്തിരുന്നു. റോമിലെ ട്രെവി ഫൗണ്ടിന് സമീപമുള്ള ഒരു പള്ളിയിൽ 2-ൽ പരം മാർപ്പാപ്പമാരുടെ ഹൃദയങ്ങൾ മാർബിൾ കലശങ്ങളിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അത് തിരുശേഷിപ്പുകളായി സംരക്ഷിച്ചു വരികയും ചെയ്യുന്നു. കഴിഞ്ഞ വർഷം ഫ്രാൻസിസ് മാർപ്പാപ്പ ശവസംസ്കാര ചടങ്ങുകൾ ലളിതമാക്കിയിരുന്നു. അതിനാൽ അദ്ദേഹത്തിന്റെ മരണശേഷം മൃതദേഹം പൊതുജനങ്ങൾക്ക് ദർശനം നടത്താൻ സാധ്യതയുണ്ടോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. ലോകരാഷ്ട്രങ്ങളെല്ലാം രാഷ്ട്രത്തലവന്മാരെല്ലാം ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിയോഗത്തിൽ അനുശോചനം അറിയിക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഭാര്യ പ്രഥമ വനിത മെലാനിയും സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുമെന്ന വിവരങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അപർണ ചേരുന്നു വീണ്ടും ന്യൂസ് ഡെസ്കിൽ നിന്ന്. അപർണ, ട്രംപ് ഭരണകൂടം എടുക്കുന്ന നിലപാടുകൾക്കെതിരെയൊക്കെ എന്നും ശക്തമായി ശബ്ദമുയർത്തിയിട്ടുള്ള ആളാണ് പോപ്പ് ഫ്രാൻസിസ്. അദ്ദേഹത്തിന്റെ മരണാനന്തര ചടങ്ങുകളിൽ പക്ഷേ പങ്കെടുക്കാൻ എത്തുമെന്ന് ട്രംപ് അറിയിച്ചിരിക്കുകയാണ്. ലോക രാഷ്ട്ര തലവന്മാരുടെ ഭാഗത്തു നിന്ന് വരുന്ന പ്രതികരണങ്ങൾ എങ്ങനെയൊക്കെയാണ്?
അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ട്രൂത്ത് സോഷ്യലിലൂടെയാണ് അദ്ദേഹം വിവരങ്ങൾ അറിയിച്ചത്. ഞാനും മെലാനിയും അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കും. വി ലുക്ക് ഫോർവേഡ് ടു ഇറ്റ് എന്നാണ് അദ്ദേഹത്തിൻ്റെ കുറിപ്പുണ്ടായിരുന്നത്. ഫ്രാൻസിസ് മാർപ്പാപ്പ വിടവാങ്ങിയതോടെ കത്തോലിക്ക സഭയ്ക്ക് നിലവിൽ വലിയ ഇടയില്ല. എന്നാൽ വിശ്വാസികളെ നയിക്കാൻ പുതിയ പാപ്പയെ എത്രയും വേഗം തെരഞ്ഞെടുക്കും. പോപ്പ് ഫ്രാൻസിസിന്റെ വിടവാങ്ങലിന്റെ ദുഃഖം പേർന്ന മണിക്കൂറിലും വത്തിക്കാനിൽ അതിനുള്ള ഒരുക്കങ്ങൾ നടക്കുകയാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ കാലം ചെയ്തു. 88 വയസ്സായിരുന്നു. ഫെബ്രുവരി 14 മുതൽ ശ്വാസകോശ അണുബാധയെ തുടർന്ന് വത്തിക്കാനിലെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ. ശ്വാസതടസ്സം അനുഭവപ്പെട്ടതിനെ തുടർന്നായിരുന്നു 88-കാരനായ മാർപ്പാപ്പയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. കഴിഞ്ഞ 2 വർഷത്തോളമായി പോപ്പ് ഫ്രാൻസിസിന്റെ ആരോഗ്യനില മോശമായിരുന്നു. എന്നാൽ ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് മാർച്ചിൽ ആരോഗ്യം വീണ്ടെടുത്ത പാപ്പ വത്തിക്കാനിലെ തന്റെ ഔദ്യോഗിക കാര്യങ്ങളിലേക്ക് തിരികെ എത്തിയിരുന്നു. ഇന്നലെ ഈസ്റ്റർ ദിന കുർബാനയിലും അദ്ദേഹം പങ്കെടുത്തു. കുർബാനയ്ക്ക് നേതൃത്വം നൽകിയില്ലെങ്കിലും സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ പ്രധാന ബാൽക്കണിയിലെത്തി വിശ്വാസികളെ ആശീർവദിച്ചു. പരമ്പരാഗത അനുഗ്രഹമായ ഉർബി എറ്റ് ഓർബി നൽകിയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ അനുഗ്രഹിച്ചത്. ഉർബി എറ്റ് ഓർബി എന്നാൽ റോം നഗരത്തിനും ലോകത്തിനും എന്നാണ് അർത്ഥം. മാർപ്പാപ്പയ്ക്ക് വേണ്ടി സഹായിയായ ആർച്ച് ബിഷപ്പ് ഡീഗോ റേവലിയാണ് സന്ദേശം വായിച്ചത്. ഗാസയിലും യുക്രൈനിലും വെടിനിർത്തലിന് ആഹ്വാനം ചെയ്യുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ഈസ്റ്റർ സന്ദേശം. ഗാസ മുനമ്പിൽ ഉടനടി വെടിനിർത്തണമെന്നും ബന്ദികളെ മോചിപ്പിക്കുന്നതിനും മാനുഷിക സഹായം ലഭ്യമാക്കുന്നതിനും താൻ ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നുവെന്നും ഈസ്റ്റർ സന്ദേശത്തിലൂടെ മാർപ്പാപ്പ വ്യക്തമാക്കി. സമാധാനത്തിന്റെ ആ കാഴ്ച കാണാനാകാതെയാണ് ഇപ്പോൾ അദ്ദേഹം വിടവാങ്ങിയിരിക്കുന്നത്. നിത്യതയിലിരുന്ന് ലോക സമാധാനത്തിനായി അദ്ദേഹം പ്രാർത്ഥിക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. അപർണ തുടരുന്നുണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്ന്. അപർണ, ഈ മാർപ്പാപ്പയെ, പുതിയ മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കുന്ന ചടങ്ങിന് വലിയ കൗതുകങ്ങളുണ്ട്. നമ്മുടെയൊക്കെ ഓർമ്മയിൽ ഈ ചാപ്പലിനുള്ളിൽ നിന്ന് വരുന്ന വെളുത്ത പുകയും കറുത്ത പുകയും ഒക്കെ നമ്മുടെ ഓർമ്മയിലുണ്ട്. മുൻപ് അങ്ങനെയുള്ള വാർത്തകൾ വന്നതൊക്കെ. എങ്ങനെയായിരിക്കും അതിൻ്റെ ചടങ്ങുകൾ ആരംഭിക്കുക? അത് എത്രത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു പ്രോസസ്സാണ്? നമുക്കൊരു പക്ഷേ ഒരു 4 മണിക്കൂറിനുള്ളിൽ കൃത്യമായിട്ട് അറിയാൻ കഴിയും എപ്പോഴായിരിക്കും അദ്ദേഹത്തിൻ്റെ പോപ്പ് ഫ്രാൻസിസിൻ്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുക എന്നുള്ളത്. വത്തിക്കാൻ രാവിലെ 8 മണിയോടുകൂടിയാണ് ഇത് അറിയിക്കുക. അപ്പോൾ തന്നെ ആയിരിക്കും ഇനി പുതിയ മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കുന്ന ചടങ്ങുകളായിട്ട് ബന്ധപ്പെട്ടുള്ള കോൺക്ലേവ് ഏത് തരത്തിലായിരിക്കും, പാപ്പൽ കോൺക്ലേവ് എപ്പോഴായിരിക്കും എന്നുള്ളതിൻ്റെ ഡേറ്റുകളും തീയതികളും ഇതിനോടൊപ്പമാണ് വരിക. നമുക്ക് അറിയുന്നത് പോലെ തന്നെ ഇതിനു മുൻപ് പാപ്പയെ തീരുമാനിച്ച ആ ചടങ്ങുമായി ബന്ധപ്പെട്ട് ലോക മാധ്യമങ്ങളുടെ ശ്രദ്ധ പിടിച്ച് എടുത്തതാണ് ഈ ചടങ്ങുകളുടെ നടപടിക്രമങ്ങളൊക്കെ. 138 കർദിനാൾമാർ രഹസ്യ വോട്ടെടുപ്പിലൂടെയാണ് പുതിയ പോപ്പിനെ തെരഞ്ഞെടുക്കുന്നത്. 80 വയസ്സിന് മുകളിലാകാൻ പാടില്ല. ഇതൊരു 15 തൊട്ട് 20 ദിവസങ്ങൾ വരെ നീളും. അതായത് 15 തൊട്ടാണ്. 3/2 ഭൂരിപക്ഷം വേണം. ഈ 138 കർദിനാൾമാരിൽ 3/2 ഭൂരിപക്ഷമുള്ള ആൾക്കാണ് പുതിയ പോപ്പാകാൻ കഴിയുക. ഈ പരിധി എത്തുന്നത് വരെ ഈ വോട്ടെടുപ്പ് തുടർന്നുകൊണ്ടേ ഇരിക്കും. അതാണ് 20 ദിവസം പോലും കടക്കാനുള്ള സാധ്യതയുണ്ടെന്ന് പറയുന്നത്. ഇത് ഓരോ റൗണ്ട് വോട്ടെടുപ്പ് കഴിയുമ്പോൾ ബാലറ്റുകൾ കത്തിച്ചു കളയും. ഇത് കത്തിക്കുമ്പോൾ കറുപ്പോ വെളുപ്പോ ആയിട്ടുള്ള പുകയാണ് വരുന്നത്. കറുത്ത പുകയാണ് വരുന്നതെങ്കിൽ തീരുമാനമായിട്ടില്ല. അതേസമയം വെളുത്ത പുകയാണെങ്കിൽ പുതിയ പോപ്പിനെ തെരഞ്ഞെടുത്തു എന്ന് മനസ്സിലാക്കാം. ആ തരത്തിലാണ് ഇതിൻ്റെ നടപടി ക്രമം. പോപ്പിനെ തെരഞ്ഞെടുത്ത് കഴിയുമ്പോൾ കർദിനാളിൽ ഏറ്റവും മുതിർന്ന ആൾ സെയിൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ നിന്ന് ഈ പേര് പ്രഖ്യാപിക്കും. സാധാരണ രീതിയിൽ പോപ്പ് മരിച്ച് 2-3 ആഴ്ച കഴിഞ്ഞിട്ടാണ് പാപ്പൽ കോൺക്ലേവ് നടക്കുക. 2013 ബെനഡിക്ട് 16 രാജിവെച്ച് ഒരു 12 ദിവസത്തിന് ശേഷമാണ് കോൺക്ലേവ് തുടങ്ങിയതുകൊണ്ട് ഈ കർദിനാൾമാർ തമ്മിൽ ഒരു ഏകദേശം ഒരു തീരുമാനമുണ്ടെങ്കിൽ വലിയ മത്സരങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതയില്ലെങ്കിൽ പോപ്പിനെ പെട്ടെന്ന് തിരഞ്ഞെടുക്കാം. അല്ലെങ്കിൽ ഒരു പക്ഷേ ആഴ്ചകൾ ഇതിനായിട്ട് എടുക്കും. ഓരോ ദിവസവും കോൺക്ലേവ്, അതായത് 20 ദിവസമാണ് കോൺക്ലേവ് നടക്കുന്നതെങ്കിൽ ഓരോ ദിവസവും ഒരു 4 റൗണ്ട് വോട്ടെടുപ്പ് വരെ നടക്കും. 33 റൗണ്ടുകൾ വരെ നടക്കാം. അതിലും തീരുമാനമുണ്ടാകുന്നില്ലെങ്കിൽ ഇനി അവസാന റൗണ്ടിലെത്തുന്ന 2 പേര് തമ്മിൽ ഒരു മത്സരം നടക്കും. നമ്മൾ വിചാരിക്കുന്ന പോലെ 20 ദിവസം പോലും കടന്നു പോകാനുള്ള സാധ്യത. 1271 ഗ്രിഗറി 10 മാർപ്പാപ്പയെ തെരഞ്ഞെടുത്ത പാപ്പൽ കോൺക്ലേവ് നടന്നു. പക്ഷേ വലിയ രാഷ്ട്രീയ വിഷയങ്ങളൊക്കെ ആരാകണം അടുത്ത മാർപ്പാപ്പ എന്നത് സംബന്ധിച്ച് ഉയർന്നു വന്നുകൊണ്ട് 3 വർഷത്തോളമാണ് ആ കാലഘട്ടത്തിൽ മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കാൻ വേണ്ടി എടുത്തത്.
അതാണ് അതുകൊണ്ട് ഇത് നീണ്ടുപോകാനുള്ള സാധ്യത ആ തരത്തിലുണ്ട്. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ 4 പേരുകൾ, പ്രധാനപ്പെട്ട 4 പേരുകളിൽ ഒരാളൊഴികെ ബാക്കി 3 പേരും ഇപ്പോൾ വത്തിക്കാൻ തുടരുന്ന നിലപാട്, അതായത് ഫ്രാൻസിസ് മാർപ്പാപ്പ സ്വീകരിച്ച അതേ നിലപാടുകൾക്കൊപ്പം നിൽക്കുന്ന ഒരാളാണ്. അതിന് വിരുദ്ധമായിട്ട് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്ന പേര് നേരത്തെ പറഞ്ഞതുപോലെ ഹംഗറിയുടെ പീറ്റർ എർഡോയുടെ പേര് മാത്രമാണ്. ഇറ്റലിയിൽ നിന്നുള്ള പിന്നെയും കർദിനാൾമാരുടെ പേരെല്ലാം ഉണ്ട്. പോർച്ചുഗലിലെ കർദിനാളുടെ പേരുണ്ട്, മാൾട്ടയിലെ കർദിനാൾ പേരുണ്ട്, ഗിനിയയിൽ നിന്നുള്ള ഒരുപക്ഷെ പാരലൽ അതോറിറ്റിയാണ് അദ്ദേഹം ഇപ്പോൾ തന്നെ പോപ്പ് ഫ്രാൻസിസിൻ്റെ ഒരു വത്തിക്കാൻ്റെ നിരീക്ഷകനായിട്ടൊക്കെയുള്ള റോബർട്ട് സാറായുണ്ട്. അങ്ങനെ ഒരു പക്ഷേ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാനും അല്ലെങ്കിൽ സ്വയം ഒരു പോപ്പിൻ്റെ ആരാണ് പോപ്പ് എന്ന് തീരുമാനിക്കുന്നതിലൂടെ പോലും വത്തിക്കാൻ ഒരു പക്ഷേ ഒരു പുതിയ മാറ്റത്തിലേക്ക് കടക്കും, അങ്ങനെ പോലും പറയുന്ന ഒരു ശരി അപർണ. നമുക്ക് അവിടെ നിന്നുള്ള കൂടുതൽ വിവരങ്ങൾ വരുമ്പോൾ, അത്തരം ചർച്ചകൾ നടക്കുന്നതേ ഉള്ളൂ, വിവരങ്ങൾ വരുമ്പോൾ നമുക്ക് അതിലേക്ക് വരാം. ഇപ്പോൾ നമ്മളോടൊപ്പം ന്യൂജേഴ്സിയിൽ നിന്ന് ഡോക്ടർ സജിമോൻ ആന്റണി ചേരുന്നുണ്ട്. ഡോക്ടർ സജിമോൻ, ഏറ്റവും ദുഃഖം നിറഞ്ഞ ഒരു ദിവസത്തിലൂടെയാണ് ലോകത്തെ ക്രൈസ്തവ വിശ്വാസികൾ മാത്രമല്ല മനുഷ്യസ്നേഹികളെല്ലാം കടന്നു പോകുന്നത്. അത് വളരെ അപൂർവമായി സംഭവിക്കുന്നതെന്ന്, ഈ ദുഃഖം എല്ലാവരുടേതുമാണ്, ഈ നഷ്ടം എല്ലാവരുടേതുമാണെന്ന് ഒരുപക്ഷെ ഒരു മനുഷ്യനെ പറ്റി തോന്നുന്നുണ്ടെങ്കിൽ അതായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയവും. അമേരിക്കയിൽ നിന്ന് സംസാരിക്കുമ്പോൾ അമേരിക്കയ്ക്കെതിരെയല്ല, അമേരിക്കൻ ഭരണകൂടം എടുത്ത നയങ്ങൾക്കെതിരെ ശബ്ദമുയർത്താൻ മടിക്കാത്ത, ഒരുപക്ഷെ ഈ ലോകത്തിന്റെ അധികാരഘടനയിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന അമേരിക്കൻ ഭരണകൂടത്തിനെതിരെ സംസാരിക്കേണ്ടപ്പോൾ സംസാരിക്കാൻ മടി കാണിക്കാത്ത ഒരാളായിരുന്നു അദ്ദേഹം. JD വാൻസ് സന്ദർശനം നടത്തി തൊട്ടു പിന്നാലെയാണ് ആ വിടവാങ്ങൽ. JD വാൻസ് ഉൾപ്പെടെയുള്ള കത്തോലിക്കരുള്ള ഒരു ഭരണകൂടത്തിനെതിരെ അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഉള്ള അദ്ദേഹം വിടവാങ്ങുമ്പോഴും ആദ്യം ട്രംപിൻ്റെതായി വരുന്നത് ഞാനും മെലാനിയും ഈ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കും എന്ന വിവരങ്ങളാണ്. എങ്ങനെയാണ് പാപ്പയുടെ ഈ വിയോഗത്തെ അമേരിക്ക കാണുന്നത്? അവിടെ നിന്ന് ഉള്ള പ്രതികരണങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും ലോകം ഒന്നടങ്കം വളരെ ദുഃഖത്തിലാകുന്ന ഒരു വാർത്തയാണ് നമ്മളിപ്പോൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നതിൽ ഒരു മടിയുമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു പ്രൗഡ് കാത്തലിക്കാണ്. എനിക്ക് കഴിഞ്ഞ ഒക്ടോബർ മാസം പോപ്പുമായിട്ട് സന്ദർശിക്കുവാനുള്ള ഒരു ചാൻസ് കിട്ടിയിരുന്നു, അത് നഷ്ടപ്പെട്ടു. ആ ഒരു ദുഃഖം എനിക്കിപ്പോഴും ഉണ്ട്. അത് ഒരിക്കലും ഞാൻ ഇന്ന് ഇവിടുത്തെ തിരുമേനി ജോയി ആലപ്പാട്ട് പിതാവുമായിട്ട് സംസാരിച്ചപ്പോൾ അത് പങ്കുവെക്കുകയുണ്ടായി. അപ്പൊ അങ്ങനെ ഒരു പേഴ്സണൽ ഫീലിംഗും ഉണ്ട്. ഞാൻ പോപ്പിനെ കാണാൻ പറ്റിയ അവരിൽ നിന്നും എനിക്ക് അറിയാൻ കഴിഞ്ഞത് എല്ലാവരുടെയും ഒരു ഫസ്റ്റ് ഹാൻഡ് റെസ്പോൺസ് എന്ന് പറയുന്നത് എല്ലാവരുടെയും പോപ്പായിരുന്നു പോപ്പ്. സാധാരണക്കാരന്റെ ഒരു പോപ്പായിരുന്നു പോപ്പ് ഫ്രാൻസിസ് പാപ്പ എന്നുള്ളതായിരുന്നു എല്ലാവരും പറയുന്നത്. പ്രത്യേകിച്ച് അദ്ദേഹം 1.5 ബില്യൺ കാത്തലിക്സിന്റെ അധിപനാണ്, ലീഡറാണ് എങ്കിൽ പോലും അതിൽ കാത്തലിക് വിശ്വാസം ഇല്ലാത്ത മുസ്ലിം സഹോദരങ്ങളാണെങ്കിലും ഹിന്ദു സഹോദരങ്ങളാണെങ്കിലും അല്ലെങ്കിൽ മറ്റ് ഡിനോമിനേഷനുള്ള ക്രിസ്ത്യാനികളാണെങ്കിൽ പോലും അവരൊക്കെ വളരെ ബഹുമാനത്തോടു കൂടി കണ്ടിരുന്ന ഒരു പോപ്പായിരുന്നു. അദ്ദേഹത്തിന് ഒത്തിരിയേറെ പ്രത്യേകതയുണ്ട് അമേരിക്കയിൽ നോക്കി കാണുമ്പം. ഇവിടെ ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന പ്രസിഡന്റ് ഇപ്പോഴത്തെ കറന്റ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇതിനു മുമ്പത്തെ പ്രസിഡന്റ് ജോ ബൈഡനും അതോടൊപ്പം തന്നെ ബറാക് ഒബാമയും ഇങ്ങനെ ഈ 3 പ്രസിഡന്റുമാരുമായിട്ടും അദ്ദേഹം നല്ല ഒരു ഊഷ്മളമായ ബന്ധം കാത്തു സൂക്ഷിച്ചിരുന്നു. എന്നാൽ പ്രസിഡന്റ് ട്രംപുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസം എന്നല്ല പറയുന്നത്, താങ്കൾ മുമ്പേ പറഞ്ഞതിനെ ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. വളരെ സിമ്പിൾ ആയിരുന്നു, എന്നാൽ അദ്ദേഹത്തിന് പറയാനുള്ള ഒരു മെസ്സേജ് വളരെ സ്ട്രോങ് ആയിട്ട് ആ ഒരു മെസ്സേജ് പറയുന്നതിലും അദ്ദേഹം മടി കാണിച്ചിട്ടില്ലായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 2-3 കാര്യങ്ങളിലാണ് ഒരു അഭിപ്രായം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു അഭിപ്രായം പോപ്പ് ഫ്രാൻസിസ് പങ്കുവെക്കുകയുണ്ടായത്. ഒന്ന്, ഇവിടുത്തെ ഇമിഗ്രേഷന്റെ വലിയൊരു ഇഷ്യൂ വന്നപ്പം നടന്നുകൊണ്ടിരിക്കുമ്പം ഇവിടെ ട്രംപ് വാൾ കെട്ടി ഇല്ലീഗൽ ഇമിഗ്രൻസിനെ ഇങ്ങോട്ട് തടയുന്നതിനടുക്കും അദ്ദേഹം സ്നേഹത്തോടെ ട്രംപിനോട് പറഞ്ഞ ഒരു വാചകമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. നമ്മൾ ക്രിസ്ത്യാനിറ്റിയിൽ ബ്രിഡ്ജസ് ആണ് ഉണ്ടാക്കേണ്ടത്, ശ്രമിക്കേണ്ടത്, ഭിത്തി കെട്ടി തടയുകയല്ല എന്നുള്ള ഒരു നല്ല സ്നേഹ സന്ദേശമാണ് അദ്ദേഹം കൊടുത്തത്. അതോടൊപ്പം തന്നെ വളരെയധികം കോൺട്രവേഴ്സ്യലായ വേറൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു. കോൺട്രവേഴ്സ്യൽ എന്ന് പറയുന്നത് ശരിയല്ല, കോൺട്രവേഴ്സി അതിനെ ആക്കിയതാണ്. കാരണം LGBT റൈറ്റ്സ് ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് പല ആൾക്കാരും പല സ്റ്റേറ്റ്മെന്റും നടത്തിയിരുന്നു. അപ്പൊ അദ്ദേഹം അതിന് പറഞ്ഞൊരു മറുപടി ഇതായിരുന്നു, ഹു ആം ഐ ടു ജഡ്ജ് എന്നുള്ളതായിരുന്നു. അപ്പം
അദ്ദേഹത്തിന്റെ മെസ്സേജ് കഴിഞ്ഞ 2013 മാർച്ച് 13 അദ്ദേഹം ഈ 1.5 ബില്യൺ കാത്തലിക്സിന്റെ ഒരു ലീഡർഷിപ്പിലേക്ക് വന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാർഡിനൽ ആയിരുന്നു എന്നുള്ളതായിരുന്നു പ്രത്യേകത ഒന്ന്. രണ്ടാമത്തേത് അമേരിക്കാസിൽ നിന്ന്, സൗത്ത് അമേരിക്ക അല്ലെങ്കിൽ നോർത്ത് അമേരിക്ക ഈ ഒരു ഏരിയയിൽ നിന്ന് ആദ്യത്തെയോ അല്ലെങ്കിൽ ഒത്തിരി നാളുകൾക്ക് ശേഷമുള്ള ഒരു പോപ്പായിരുന്നു എന്ന പ്രത്യേകതയും അദ്ദേഹത്തിനുണ്ടായിരുന്നു. കാർഡിനൽ ആയിരുന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത് അദ്ദേഹം വളരെ ഒരു സിമ്പിൾ ആയിട്ടുള്ള, വളരെ ഹമ്പിൾ ആയിട്ടുള്ള ഒരു ലൈഫായിരുന്നു ലീഡ് ചെയ്തിരുന്നത്. അദ്ദേഹം തന്നെ സ്വയം ഡ്രൈവ് ചെയ്യുമായിരുന്നു. അദ്ദേഹത്തിന്റെ സ്വന്തം ബാഗ് സ്വന്തം എടുക്കുമായിരുന്നു. അങ്ങനെ അല്ലാണ്ട് ഒത്തിരി ഹൈറാർക്കിയൽ ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആയിട്ടുള്ള ലെയറിൽ അദ്ദേഹം ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു. അപ്പം അങ്ങനെയുള്ള എല്ലാ അർത്ഥത്തിലുമുള്ള വളരെ പീസ്ഫുൾ ആയ, വളരെ സിമ്പിൾ ആയ, വളരെ ഹമ്പിൾ ആയ ഒരു പോപ്പിനെയാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. അമേരിക്കയിൽ ഇവിടെ ഒഫീഷ്യലി ദുഃഖാചരണം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അമേരിക്കൻ ഫ്ലാഗ് ലോവർ ചെയ്തിരിക്കുകയാണ്. എനിക്കറിയാൻ കഴിഞ്ഞിരിക്കുന്നത് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഫ്യൂണറൽ അറ്റൻഡ് ചെയ്യുമെന്നാണ്. 2005 ഇതിനു മുമ്പ് ജോൺ പോൾ പാപ്പ കാലം ചെയ്ത സമയത്ത് ഏകദേശം 100-ലധികം വേൾഡ് ലീഡേഴ്സ് ആയിരുന്നു പങ്കെടുത്തിരുന്നത്. ഏകദേശം 300,000-ഓളം ആൾക്കാർ അന്ന് അവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയും ഉണ്ടായി. അതുപോലെ തന്നെ അതിലും മുകളിലേക്ക് സംഖ്യകൾ പോകാനുള്ള ഒരു പോസിബിലിറ്റിയാണ് ഇപ്പൊ കാണുന്നത്. കാരണം ഇദ്ദേഹം മുമ്പ് പറഞ്ഞു പോലെ തന്നെ ക്രിസ്ത്യാനികളുടെ മാത്രം ഒരു പോപ്പ് ആയിരുന്നില്ല, അല്ലെങ്കിൽ കാത്തലിക്സിന്റെ മാത്രം ഒരു ലീഡർ ആയിരുന്നു. ഉദാഹരണം പറയുകയാണെങ്കിൽ മുസ്ലിം സഹോദരങ്ങളുമായിട്ട് വളരെയധികം നല്ല ബന്ധം പുലർത്തിയ ഒരു പോപ്പാണ്. സൗദിയിൽ പോയി വിസിറ്റ് ചെയ്യുകയും ഗൾഫ് മേഖലയിലുള്ള അവരെയൊക്കെ സന്ദർശിക്കുകയും അവിടെ അദ്ദേഹം ഒരു ഭിത്തിയല്ല കെട്ടിയത്, അദ്ദേഹം ഒരു പാലമാണ് പണിതത്. സ്നേഹമാണ് ക്രിസ്ത്യാനിറ്റി, അല്ലെങ്കിൽ സമാധാനമാണ് ക്രിസ്ത്യാനിറ്റി, സർവീസാണ് ക്രിസ്ത്യാനിറ്റി, സിംപ്ലിസിറ്റിയാണ് ക്രിസ്ത്യാനിറ്റി എന്നുള്ള ഒരു സ്ട്രോങ് മെസ്സേജാണ് അദ്ദേഹം ലോകത്തിന് കൊടുത്തത്. എനിക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് മോസ്റ്റ് ലൈക്ലി മുമ്പേ നിങ്ങൾ സംസാരിച്ചു പോകണമെങ്കിൽ തന്നെ 4 ദിവസത്തിനകം 4 തൊട്ട് 6 ദിവസം കൊണ്ടാണ് തീരുമാനം ഉണ്ടാകുക. ഇപ്പം 9 മണിക്ക് ഇറ്റലിയിൽ അവൈലബിൾ ആയിട്ടുള്ള കാർഡിനൽസിന്റെ ഒരു യോഗം നടക്കും. ആ ഒരു യോഗത്തിലാണ് തീരുമാനം ഉണ്ടാകുക. അതായത് അന്തിമ കർമ്മങ്ങളിലേക്ക് ഫ്യൂണറൽസിന്റെയും മറ്റു ഡീറ്റെയിൽസിനെ പറ്റിയും ഉള്ള ഇൻഫർമേഷൻ കംപ്ലീറ്റ് ആവുന്നത്. അതിനുശേഷം പിന്നെ മുമ്പ് പറഞ്ഞ മുടക്ക് തന്നെ 15 തൊട്ട് 20 ദിവസം വരെ എടുക്കാം അടുത്തൊരു സെലക്ഷനിൽ വേണ്ടിയിട്ടിലേക്ക്. അപ്പൊ എനിക്ക് അതിനകത്ത് ഒരു ക്ലാരിറ്റി പറയാനുണ്ട്. നമ്മൾ സംസാരിക്കുമ്പോൾ ആ 15 ദിവസം 20 ദിവസം കത്തോലിക്ക സഭയുടെ അല്ലെങ്കിൽ കാർഡിനൽസ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ബാലറ്റിന് വേണ്ടി കോമ്പീറ്റ് ചെയ്യുക എന്നുള്ള ഒരു പ്രതീതിയിലേക്ക് അതിനെ കാണരുത്. അതൊരു പ്രാർത്ഥനയുടെ പര്യായമാണ്. പ്രാർത്ഥനയിൽ അധിഷ്ഠിതമായ ഒരു മീറ്റിംഗിലാണ് അവിടെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ പുറം ലോകവുമായിട്ട് ഒരു ബന്ധവുമില്ലാണ്ട് ഈ 10 ദിവസമോ 15 ദിവസമോ 20 ദിവസമോ ആണെങ്കിൽ അവർ പുറത്തുള്ള മറ്റൊരു ഇൻഫ്ലുവൻസിനും കീഴ്പ്പെടാതെ അവർ തന്നെ ഇൻഡിപെൻഡന്റ് ആയിട്ട് 138ഓളം കാർഡിനൽസ് ആണ് അവിടെ കൂടിച്ചേരാൻ പോകുന്നത്. അതിൽ നിന്നുള്ള 3-2 മജോറിറ്റിയിലായിരിക്കും ഉണ്ടാവുന്നത്. എഗെയിൻ ഞാനത് ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഒരു കോമ്പറ്റീഷൻ എന്നുള്ള ഒരു രീതിയിലല്ല ഞാൻ അതിനെ കാണുന്നത്, അല്ലെ നമ്മൾ അതിനെ കാണേണ്ടത്. കാരണം നമ്മൾ 2013 ഇത് നമ്മൾ കണ്ടിരുന്നു. അന്ന് എനിക്ക് തോന്നിയിരുന്നത് 2005 നമ്മൾ കണ്ടിരുന്നു. കാരണം നമ്മുടെയൊക്കെ ഏജ് വെച്ച് നോക്കി കഴിയുമ്പോൾ ഈ ഒരു പീരീഡുകളാണ് നമുക്ക് ഓർമ്മ വരുന്നത്. ഒന്ന്. രണ്ടാമത്തേത് 2005 അല്ലെ 2000 പുറകിലേക്കൊക്കെ പോയി കഴിയുമ്പോഴേക്കും നമുക്ക് ഈ സോഷ്യൽ മീഡിയയും അല്ലെ ഇലക്ട്രോണിക്സ് മീഡിയയും ഒന്നും ഇത്രയും ശക്തമല്ലായിരുന്നു. ഇന്ന് നമ്മൾ കാണുന്ന പോണക്ക് എവറി മൂവ്മെന്റിന്റെ കാര്യങ്ങൾ നമുക്ക് ന്യൂസ് ചാനലിൽ കൂടി അല്ലെ വാട്സാപ്പ് സോഷ്യൽ മീഡിയയിൽ കൂടി അറിയാൻ കഴിയില്ലായിരുന്നു. ഒഫീഷ്യൽ ആയിട്ടുള്ള പത്രങ്ങളിൽ കൂടെ ഉള്ള അറിവ് മാത്രമേ ഉള്ളായിരുന്നു. അല്ലെങ്കിൽ നമുക്ക് 80കളിലൊക്കെ ദൂരദർശൻ മാത്രമേ ഉള്ളായിരുന്നു, അതിലൂടെ ഉള്ള അറിവ് മാത്രമേ ഉള്ളായിരുന്നു. എന്നാൽ ഇന്ന് അതിന് വ്യത്യാസം വരുന്നു. ഇന്ന് ലോകത്തിലുള്ള എല്ലാ ഈവന്റുകളും എല്ലാ മൂവ്മെന്റുകളും നമുക്ക് അപ്പോൾ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു വലിയ സംഖ്യയിലുള്ള ഒരു അനുശോചനവും ആൾക്കാരുടെ ഒരു പ്രവാഹവും അവിടെ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എനിക്കറിയാൻ കഴിഞ്ഞത് ഈ പറഞ്ഞത് 6 ദിവസം അല്ലെങ്കിൽ 5 ദിവസം എടുക്കാൻ തന്നെ ഒരു കാരണം ഒത്തിരിയധികം ലോക നേതാക്കൾ അവിടെ വരുമ്പം അതിനും ഒരു ലിമിറ്റേഷൻ ഉണ്ട്. എനിക്ക് തോന്നുന്നത് ഒരു രാജ്യത്ത് നിന്ന് 5 പേര് ഡിഗ്നിറ്ററീസ് അങ്ങനെയുള്ളൊരു ലിമിറ്റേഷൻ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതിൽ കൂടുതൽ അറേഞ്ച്മെന്റിനുള്ള ഒരു കപ്പാസിറ്റി അവിടെ ഇല്ലാത്തത് കൊണ്ടാണ് ബാക്കിയുള്ളവർ ദൂരം നിന്നായിരിക്കും എന്നുള്ളതൊക്കെയാണ് എനിക്ക് ഇവിടുന്ന് അറിയാൻ കഴിയുന്നത്. ശരി, താങ്ക് യു ഡോക്ടർ സജിമോൻ. എന്തായാലും ആഗോള കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ, മനുഷ്യത്വത്തിന്റെ മഹാ ഇടയന് ലോകം മുഴുവൻ വിട നൽകുകയാണ്. അദ്ദേഹത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയിലാണ് ഇന്ന് ലോകം മുഴുവൻ. അമേരിക്കയിൽ നിന്നാണ് ഡോക്ടർ സജിമോൻ ആന്റണി വിവരങ്ങൾ നൽകിയത്. മറ്റ് വാർത്തകളിലേക്ക് പോകും മുൻപ് 2020 മാർച്ചിൽ അദ്ദേഹം പോപ്പ് ഫ്രാൻസിസ്, കോവിഡിന്റെ മൂർധന്യകാലമാണല്ലോ, ആ കാലത്ത് ഏകനായി അദ്ദേഹം ഈ സെന്റ് പീറ്റേഴ്സ് ബസലിക്കയിലെ ആ സെന്റ് പീറ്റേഴ്സ് ചത്വരത്തിന്റെ പടിക്കെട്ടുകൾ നടന്നു കയറി പോകുന്ന ഒരു വീഡിയോ ഉണ്ട്. ഒരിക്കലും മനസ്സിൽ നിന്ന് മായാത്തൊരു വീഡിയോ ആണ്. അന്ന് അദ്ദേഹം പറഞ്ഞ
ചില വാചകങ്ങൾ അന്നേ ഫേസ്ബുക്കിൽ കുറിച്ചിട്ടിരുന്നു. അത് ഇപ്പോൾ ഒന്ന് വായിക്കണമെന്ന് തോന്നി. വി ഹാവ് റിയലൈസ്ഡ് ദാറ്റ് വി ആർ ഇൻ ദ സെയിം ബോട്ട്, all of us fragile and disoriented, but at the same time important and needed. All of us called to row together, each of us in need of comforting the other. നമുക്കൊന്നിച്ചു തുഴയാം, പരസ്പരം ആശ്രയമാകാം, ആശ്വാസമാകാം എന്ന് അന്ന് 2020 മാർച്ചിൽ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ, ആ ലോകത്തിൻ്റെ തന്നെ ഏറ്റവും വലിയ പ്രതിസന്ധി കാലത്ത്, അതുപോലെ എല്ലാ പ്രതിസന്ധികളിലും മനുഷ്യൻ പരസ്പരം സഹായിച്ചും തണലായും കൂടെ നിന്ന് ഒന്നിച്ചു തുഴയുമ്പോൾ ജീവിതം എന്ന പ്രതിസന്ധി മറികടക്കാനാകുമെന്ന അദ്ദേഹത്തിൻ്റെ സന്ദേശം എന്നെന്നും പ്രതിധ്വനിക്കട്ടെ നമ്മുടെയൊക്കെ മനസ്സുകളിൽ. മറ്റു വാർത്തകളിലേക്ക്. നടൻ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ നടി വിൻസി അലൂഷ്യസ് നൽകിയ പരാതി ഒത്തുതീർപ്പിലേക്ക്. പരാതിയില്ലെന്നും തനിക്കുണ്ടായ ബുദ്ധിമുട്ടാണ് പറഞ്ഞതെന്നും വിൻസി സിനിമയിലെ ആഭ്യന്തര പരാതി പരിഹാര സമിതി മുൻപാകെ അറിയിച്ചു. വിൻസിക്കുണ്ടായ ദുരനുഭവത്തിൽ ഷൈൻ ടോം ചാക്കോ ഖേദം പ്രകടിപ്പിച്ചു. നവമി ദിനേശ് വിവരങ്ങളുമായി. നവമി, അതായത് ഏതാണ്ടൊരു സമവായമാവുന്നു. വിൻസി തന്റെ ബുദ്ധിമുട്ടാണ് പറഞ്ഞത്, അതൊരു പരാതിയായിട്ടല്ല. സിനിമയെയോ നടനെയോ ബുദ്ധിമുട്ടിക്കണമെന്ന് വിൻസിക്ക് താല്പര്യവുമില്ല. പക്ഷേ ഇതുപോലൊരു സാഹചര്യം ഇനി ഉണ്ടാവരുത്. അങ്ങനെ തന്നെയാണോ ഇന്നലത്തെ ഒരു മൂഡ് ഉണ്ടായിരുന്നത്? ഇന്നിപ്പോൾ താരസംഘടനയ്ക്ക് മറുപടി നൽകുമെന്ന് അറിയുന്നു. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ശ്രീജ, IC സമിതിക്ക് മുന്നിൽ ഇരുവരും ഒന്നിച്ചിരുന്നും അല്ലാണ്ട് രണ്ട് സെപ്പറേറ്റ് ആയിട്ടും ഒക്കെയാണ് മൊഴി നൽകിയത്. ഇതിൽ വിൻസി പറഞ്ഞത് അന്ന് സിനിമാ സെറ്റിൽ നിന്നും ഷൈൻ ടോം ചാക്കോയിൽ നിന്നും ഉണ്ടായ ഇത്തരത്തിലുള്ള പെരുമാറ്റം അത് തന്നെ വല്ലാണ്ട് വേദനിപ്പിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു പരാതിയുമായി, സിനിമാ സംഘടനയിൽ പരാതിയുമായി താൻ എത്തിയതും അന്ന് ആ സോഷ്യൽ മീഡിയയിൽ വീഡിയോ ഇട്ടതെന്നൊക്കെയാണ് വിൻസി നൽകിയ പ്രതികരണം. തനിക്ക് മറ്റൊരു പരാതിയുമായി, മറ്റേതെങ്കിലും തരത്തിലുള്ള പരാതിയുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ല. അതായത് പോലീസിലടക്കം പരാതി നൽകുവാൻ താല്പര്യമില്ല. സിനിമയിൽ നടന്ന സംഭവമാണ്, അത് സിനിമയിൽ തന്നെ തീർക്കണം, സിനിമാ പ്രവർത്തകർ തന്നെ ഇടപെടണം എന്നുകൂടി വിൻസി ICക്ക് മുന്നിൽ വ്യക്തമാക്കിയിരുന്നു. ഒപ്പം IC എടുക്കുന്ന എന്ത് തീരുമാനത്തോടും താൻ യോജിച്ച് തന്നെ നിൽക്കും. തന്റെ ഒരു വിഷമം അത് അറിയിച്ചു എന്ന് മാത്രമേ ഉള്ളൂ, മറ്റു തരത്തിലുള്ള പരാതികളൊന്നും തനിക്കില്ല എന്ന് വിൻസി പറയുന്നു. ഒപ്പം ഷൈൻ ടോം ചാക്കോയുമായി സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ കൂടി വിൻസി പറയുന്ന സാഹചര്യമുണ്ടായി. പിന്നീട് ഷൈൻ ടോം ചാക്കോയുടെ വിശദീകരണം കേട്ടു. അതിൽ ഷൈൻ പറഞ്ഞത് തന്റെ ഒരു സ്വഭാവം, താൻ എല്ലാവരോടും ഇത്തരത്തിലുള്ളൊരു തമാശ രൂപേണ പറയുന്നതാണ്, വിൻസിയുമായിട്ടുള്ള സൗഹൃദത്തിന്റെ പേരിലാണ് അത്തരത്തിലൊരു തമാശ പറഞ്ഞത്. പക്ഷെ അത് വിൻസിക്ക് വേദനിപ്പിച്ചുവെങ്കിൽ താൻ അതിൽ ക്ഷമാപണം നടത്തുന്നു. ഇനി ഇത്തരത്തിലുള്ള പെരുമാറ്റം തന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകില്ല എന്നുകൂടി ഷൈൻ ഉറപ്പ് നൽകി. പിന്നീട് ഇരുവരെയും ഒന്നിച്ചിരുത്തി സംസാരിച്ചതിൽ നിന്നുമാണ് ഷൈൻ വീണ്ടും വിൻസിയോട് ഖേദപ്രകടനം നടത്തുകയും ഇത്തരത്തിലുള്ളൊരു പരാമർശം തന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകില്ല, തന്റെ ചില സ്വഭാവം അങ്ങനെയാണ്, താൻ അത്തരത്തിലാണ് പലപ്പോഴും സുഹൃത്തുക്കൾക്കിടയിൽ സംസാരിക്കുന്നതെന്ന തരത്തിലുള്ളൊരു വിശദീകരണമാണ് ഷൈൻ പറഞ്ഞത്. എന്തായാലും ഇരുവരും കൈ കൊടുത്താണ് ഇന്നലെ ആ യോഗത്തിൽ നിന്ന് പിരിഞ്ഞത്. അതായത് ഈ ഒരു പ്രശ്നം അത് ഒത്തുതീർപ്പിലേക്ക് തന്നെ പോകാമെന്നൊരു തീരുമാനത്തിൽ തന്നെയാണ് എത്തി നിൽക്കുന്നത്. ഒപ്പം സിനിമയുടെ നിർമ്മാതാവ് അടക്കം ഇന്നലെ വ്യക്തമാക്കിയിരുന്നു, ഇരുവരും സിനിമയുമായി സഹകരിക്കുന്നില്ല, വിതരണക്കാരെ ലഭിക്കുന്നില്ല. ഈ വിവാദത്തോടെ തന്റെ സിനിമ വലിയ രീതിയിലുള്ളൊരു പ്രതിസന്ധിയിലേക്കാണ് പോയതെന്ന് നിർമ്മാതാവ് ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. അതിന്റെ നിർമ്മാതാവിന്റെ കൂടി ഒരു പരാതി അല്ലെങ്കിൽ ഒരു വിഷമം കണക്കിലെടുത്ത് ഇരുവരും സിനിമയുമായി സഹകരിക്കാം, ഒന്നിച്ചു തന്നെ മുന്നോട്ട് പോകാം എന്നൊരു തീരുമാനത്തിൽ കൂടി എത്തി നിൽക്കുന്ന സാഹചര്യമാണ്. ശരി നവമി, ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. അമ്മയ്ക്ക് താരസംഘടനയായ അമ്മ ഒരു അന്വേഷണ സമിതിയെ നിയോഗിച്ചിരുന്നു. ആ സമിതിക്ക് മറുപടിയും ഷൈൻ ഇന്ന് നൽകും എന്ന വിവരങ്ങളാണ് വരുന്നത്. ശ്രീനാഥ് ഭാസി, ഷൈൻ ടോം ചാക്കോ എന്നിവരുമായി ലഹരി വിൽപ്പനയ്ക്ക് അപ്പുറമുള്ള അടുത്ത ബന്ധമെന്ന ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസിലെ പ്രതി തസ്ലിമ ഉൾപ്പെടെയുള്ള പ്രതികളുടെ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ഷൈനെയും ശ്രീനാഥിനെയും ചോദ്യം ചെയ്യാനായി ഈ ആഴ്ച തന്നെ എക്സൈസ് നോട്ടീസ് നൽകും. സ്വർണ്ണക്കടത്ത് കേസിൽ മുൻപ് അറസ്റ്റിലായതിന്റെ വിശദാംശങ്ങൾ പങ്കുവച്ച തസ്ലിമ 5 ദിവസം തിഹാർ ജയിലിൽ കിടന്നിട്ടുണ്ടെന്നും അന്വേഷണ സംഘത്തെ അറിയിച്ചു. PV അൻവറിന്റെ സമ്മർദ്ദ തന്ത്രത്തിന് പിന്നാലെ അൻവറിനെ മുന്നണിയിൽ ഉൾപ്പെടുത്താൻ നീക്കം ആരംഭിച്ച് കോൺഗ്രസ്. PV അൻവറുമായി കോൺഗ്രസ് നേതാക്കൾ നാളെ രാവിലെ തിരുവനന്തപുരത്ത് വെച്ച് കൂടിക്കാഴ്ച നടത്തും. അതേസമയം അൻവറിനെതിരെ മമതാ ബാനർജിക്ക് പരാതി നൽകിയിരിക്കുകയാണ് സംസ്ഥാനത്തെ തൃണമൂൽ കോൺഗ്രസിലെ ഒരു വിഭാഗം പ്രവർത്തകർ. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന ഘടകത്തിന്റെ ചുമതലയുള്ള 5 ഭാരവാഹികൾ PV അൻവറിനെതിരെ തൃണമൂൽ ദേശീയ നേതൃത്വത്തിന് പരാതി നൽകിയതായാണ് വിവരം. സ്വന്തം നേട്ടത്തിനു വേണ്ടി അൻവർ പാർട്ടിയെ കരുവാക്കുകയാണെന്നും സംഘടനയെ ദുർബലപ്പെടുത്താനുള്ള നീക്കങ്ങൾ നടക്കുകയാണെന്നുമാണ് മമതാ ബാനർജിക്ക് അയച്ച കത്തിലെ പരാമർശം. അതേസമയം
PV അൻവറുമായി തിരുവനന്തപുരത്ത് കൂടിക്കാഴ്ച നടത്തുന്ന കോൺഗ്രസ് നേതൃത്വം തൃണമൂൽ കോൺഗ്രസിനെ മുന്നണിയിൽ ഉൾപ്പെടുത്തുന്നതിനുള്ള പ്രായോഗിക തടസ്സങ്ങൾ അദ്ദേഹത്തെ നേരിട്ട് ബോധ്യപ്പെടുത്തുമെന്നാണ് സൂചന. അൻവറിനെ മാത്രം മുന്നണിയുടെ ഭാഗമാക്കാമെന്ന നിലപാടിനോട് തൃണമൂൽ നേതൃത്വവും കടുത്ത വിയോജിപ്പിലാണ്. അതേസമയം PV അൻവറിനെ പ്രത്യേക ക്ഷണിതാവാക്കി UDFന്റെ ഭാഗമാക്കാനുള്ള ചർച്ചകളാണ് നേതൃതലത്തിൽ പുരോഗമിക്കുന്നതെന്നാണ് വിവരം. എന്നാൽ അൻവർ UDFന് അനിവാര്യനാണെന്ന നിലപാടിനെ സ്വാഗതം ചെയ്യുന്നതായും അർഹമായ പരിഗണന മുന്നണിയിൽ നിന്ന് ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന ചീഫ് കോർഡിനേറ്റർ മനോജ് കുമാർ ന്യൂസ് 18നോട് പ്രതികരിച്ചു. PV അൻവറിന്റെ പിന്തുണ അനിവാര്യമാണെന്ന കോൺഗ്രസ് നേതാക്കളുടെ വിലയിരുത്തൽ ഏറെ സ്വാഗതാർഹമാണ്. PV അൻവർ പ്രതിദാനം ചെയ്യുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ മുന്നണിയിൽ ഉൾപ്പെടുത്തുകയും മുന്നണിയിലെ ഒരു കംഫർട്ട് സോണിൽ, ഞാൻ വാക്ക് വ്യക്തമായി പറയുന്നു, ഒരു കംഫർട്ട് സോണിൽ PV അൻവർ ഉൾപ്പെടുന്ന പാർട്ടിയെ നിലനിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ കൂടെ നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ ചരിത്രപരമായ വൻ വിജയം നിലമ്പൂർ മണ്ഡലത്തിൽ നേടും. മുന്നണി പ്രവേശനം സംബന്ധിച്ച് അനിശ്ചിതത്വം തുടരുമ്പോഴും മുഖ്യമന്ത്രി പിണറായി വിജയനും ഇടത് സർക്കാരിനുമെതിരെ ഒറ്റയാൻ പോരാട്ടം നടത്തിയ PV അൻവർ അനാഥനാകില്ലെന്ന നിലപാടിലാണ് UDF ഘടകകക്ഷികൾ. ഡാൻ കുര്യൻ, ന്യൂസ് 18, തിരുവനന്തപുരം. PV അൻവറിനെ മാത്രമായി UDFൽ എടുക്കുന്ന സാഹചര്യം ഉണ്ടാവില്ലെന്ന് തൃണമൂൽ കോൺഗ്രസ് മലപ്പുറം ജില്ലാ ചീഫ് കോർഡിനേറ്റർ KT അബ്ദുറഹ്മാൻ. പ്രചരിക്കുന്ന അഭ്യൂഹങ്ങളിൽ പലതും CPM പുറത്തുവിടുന്നതാണ്. നിലമ്പൂരിൽ PV അൻവർ ഒറ്റയ്ക്ക് മത്സരിക്കുന്ന സാഹചര്യം ഉണ്ടാവില്ലെന്നാണ് പ്രതീക്ഷയെന്നും KT അബ്ദുറഹ്മാൻ ന്യൂസ് 18നോട് പറഞ്ഞു. തൃണമൂൽ കോൺഗ്രസിൻ്റെ മലപ്പുറം ജില്ലാ ചീഫ് കോർഡിനേറ്റർ ശ്രീ KT അബ്ദുറഹ്മാനാണ് നമ്മോടൊപ്പം ചേരുന്നത്. ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിനെ മുന്നിലെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ചർച്ചകൾ ബുധനാഴ്ച നടക്കാൻ പോകുന്നു. അഭ്യൂഹം വരുന്നത് അൻവറിനെ മാത്രമായിട്ട് സ്വീകരിക്കാം, പാർട്ടിയായിട്ട് തൃണമൂലുമായിട്ട് ഒരു സഖ്യം കേരളത്തിൽ സാധ്യമല്ല എന്നുള്ള തരത്തിലൊക്കെയാണ്. എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? ഈ അഭ്യൂഹം എന്ന് പറയുന്നത്, അഭ്യൂഹത്തിൻ്റെ പിന്നിൽ CPM ആണ്. ഞങ്ങൾക്ക് അതിലൊരാശങ്കയുമില്ല. ഈ UDFിൻ്റെ ഘടകകക്ഷിയായിട്ട് തൃണമൂൽ കോൺഗ്രസ് മാറും എന്ന് തന്നെയാണ് ഞങ്ങൾ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത്. പിന്നെ ആശങ്ക മൊത്തം CPMനാണ്. CPM കരുതുന്നത് UDF പ്രവേശനം നടന്നാൽ, തൃണമൂലിൻ്റെ UDF പ്രവേശനം നടന്നാൽ അത് CPMന് അകത്ത് നിന്ന്, ഇടതുപക്ഷത്തിനകത്ത് നിന്ന് ഒരു വലിയ വിഭാഗം ജനങ്ങൾ തൃണമൂൽ കോൺഗ്രസിനൊപ്പം ചേരുകയും അത് UDFന് അനുകൂലമായിട്ട് വരികയും ചെയ്യുമെന്ന ഭയമാണ്, അവരാണ് ഈ റൂമേഴ്സിൻ്റെ പിന്നിലുള്ളത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരാശങ്കയില്ല. പിന്നെ 23-ാം തീയതിയിലെ ചർച്ച ഞങ്ങൾ വളരെ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് കാണുന്നത്. മുന്നണിയിലെ ഘടകകക്ഷിയായിട്ട് തൃണമൂൽ കോൺഗ്രസ് മാറും എന്ന് തന്നെയാണ് പ്രതീക്ഷ. അൻവറിനെ മാത്രമായി ക്ഷണിച്ചാൽ സ്വീകാര്യമാകും? അല്ല, അൻവർ ഇപ്പോൾ ഒരു വ്യക്തിയല്ലല്ലോ, ഒരു ദേശീയ പ്രസ്ഥാനത്തിൻ്റെ കേരളത്തിൻ്റെ സ്റ്റേറ്റ് കൺവീനറാണ്. അദ്ദേഹത്തിനെ മാത്രമായിട്ട് ഒരു മുന്നണിയിലേക്ക് കൊണ്ടുപോവുക എന്നത് അസാധ്യമാണ്. തൃണമൂൽ വിവരങ്ങളുമായി CV അനുമോദ് മലപ്പുറത്ത് നിന്നും, ഒപ്പം VV വിനോദ് തിരുവനന്തപുരത്ത് നിന്നും ചേരുന്നു. ആദ്യം വിനോദിലേക്ക്. വിനോദ്, ഈ ഒരു സമ്മർദ്ദ തന്ത്രമാണ് കൃത്യമായി PV അൻവർ മുന്നോട്ട് വെച്ചത്. ആ സമ്മർദ്ദ തന്ത്രത്തിലേക്ക് കോൺഗ്രസ് വഴങ്ങുന്നു എന്നാണോ മനസ്സിലാക്കുന്നത്? ഒരു ചർച്ച നടക്കുമ്പോൾ ഏതൊക്കെ തരത്തിലുള്ള സമവായ സാധ്യതകളാണ് കോൺഗ്രസിന് മുന്നിലുള്ളത്? ശ്രീജ, ചെറിയ വെല്ലുവിളികളല്ല കോൺഗ്രസിന് മുന്നിലുള്ളത്. PV അൻവർ പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ്. കാരണം വിജയം എന്നത് UDF വളരെയധികം ആഗ്രഹിക്കുന്നു. പ്രത്യേകിച്ച് നിലമ്പൂരിൽ MLA ആയിരുന്ന അൻവർ രാജിവെക്കുന്നു. മാത്രമല്ല അൻവർ വലിയ സ്വാധീനം ചെലുത്താൻ കഴിയുന്നൊരു ശക്തിയാണെന്ന് UDF വിലയിരുത്തുന്നുമുണ്ട്. ഇതേ ഒരു ആശങ്ക LDFനുണ്ട്. പക്ഷേ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അൻവർ മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങളാണ്. അതിൽ തന്നെ ഈ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് അതിൽ പറയുന്നത് VS ജോയിയെ സ്ഥാനാർത്ഥിയാക്കണം എന്ന ഒരു ഡിമാൻഡാണ് ആദ്യം തന്നെ അൻവർ മുന്നോട്ട് വയ്ക്കുന്നത്. അവിടെ ആര്യാടൻ ഷൌക്കത്തിന്റെ പേര് വെട്ടുക എന്നതാണ്. അതിന് മുസ്ലിം ലീഗിന്റെ പിന്തുണ കൂടിയുണ്ട്. പക്ഷേ UDF നേതൃത്വം അങ്ങനെ തീരുമാനിക്കുമോ, അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വത്തിന് അങ്ങനെ ഏകപക്ഷീയമായ ഒരു തീരുമാനം അൻവറിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി അങ്ങനെ ഒരു തീരുമാനമെടുത്തു, അത് മുന്നണിയിൽ ഉണ്ടാക്കുന്ന മറ്റ് ബുദ്ധിമുട്ടുകൾ ഇതെല്ലാം തന്നെ നോക്കേണ്ടതുണ്ട്. മാത്രമല്ല അൻവറിന് തുടക്കം മുതൽ വഴങ്ങിയാൽ പിന്നീട് അൻവർ ഉന്നയിക്കുന്ന പല ആവശ്യങ്ങൾക്കും വഴങ്ങേണ്ടി വരും. അല്ലെങ്കിൽ അൻവർ പിന്നീട് തുടരെ ആവശ്യങ്ങൾ ഉന്നയിക്കും. അതിന്റെ ഒരു തുടർച്ചയായി തന്നെയാണ് തൃണമൂൽ കോൺഗ്രസിനെ മുന്നണിയുടെ ഭാഗമാക്കുക എന്ന അൻവറിന്റെ ആവശ്യം. തന്നെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നീക്കത്തിലേക്ക് അൻവർ പോകില്ല എന്ന കാര്യം ഉറപ്പാണ്. കാരണം
എൽ ഡി എഫിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ, ആ ബന്ധം അവസാനിപ്പിച്ച് പുറത്തു പോകുമ്പോൾ രാഷ്ട്രീയമായ ഒരു അഭയം നൽകിയ പ്രസ്ഥാനമാണ് തൃണമൂൽ കോൺഗ്രസ്. DMK-യിലൊക്കെ കയറാൻ ചില നീക്കങ്ങൾ നടത്തിയെങ്കിലും അതെല്ലാം തന്നെ പരാജയപ്പെടുന്ന സാഹചര്യമായിരുന്നു. അവിടെയാണ് തൃണമൂൽ കോൺഗ്രസ് ഒരു തണലായി വന്നത്. അങ്ങനെയുള്ള ഒരു പാർട്ടിയെ മാറ്റി നിർത്തി താൻ ഒറ്റയ്ക്ക് അതിലേക്ക് പോകുന്നതിനോട് അൻവറിന് യോജിപ്പില്ല. മാത്രമല്ല, ഈ പാർട്ടിയെ അക്കോമഡേറ്റ് ചെയ്യുക, അവിടെയും പ്രശ്നമുണ്ട്. ദേശീയ തലത്തിലൊക്കെയുള്ള കോൺഗ്രസ് തൃണമൂൽ ബന്ധം ഒക്കെ നോക്കി മാത്രമേ സംസ്ഥാനത്തും അത്തരത്തിലൊരു തീരുമാനത്തിലെത്താൻ കഴിയൂ. മാത്രമല്ല, ഭാവിയിൽ തൃണമൂൽ കോൺഗ്രസ് ഒരു വിലപേശൽ ശക്തിയായി മാറുമോ എന്ന ആശങ്ക കോൺഗ്രസിനുമുണ്ട്. അത് AICC നേതൃത്വവും അങ്ങനെ ഒരു കാര്യം ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അമിക്കബിളായ ഒരു സെറ്റിൽമെന്റ്, അൻവറിനെ വിട്ടുകളയാനും വയ്യ, എന്നാൽ പൂർണ്ണമായി ഘടകകക്ഷിയാക്കിക്കൊണ്ടുള്ള ഒരു നീക്കത്തിലേക്ക് പോകാനും വയ്യ. അവിടെയാണ് മനോജ് കുമാറിന്റെ വാക്കിനൊക്കെ വലിയ പ്രസക്തി വരുന്നത്. അദ്ദേഹം അൻവറിന്റെ മാധ്യമ കോർഡിനേറ്ററാണ്, സംസ്ഥാന കോർഡിനേറ്ററാണ്. അദ്ദേഹം പറയുന്നത് ഒരു മാന്യമായ ഇടം UDF ലഭിക്കുക എന്നത്, അതായത് പൂർണ്ണമായും ഘടകകക്ഷിയാക്കി മാറ്റിയില്ലെങ്കിൽ കൂടി തൃണമൂൽ കോൺഗ്രസിനെ അംഗീകരിച്ചുകൊണ്ട് അവർക്കൊരു ഇടം, സ്പേസ് ഉണ്ട് എന്ന ഒരു ധാരണ ഉണ്ടാക്കിക്കൊണ്ട് മുന്നോട്ട് പോയാൽ നിലമ്പൂരിൽ തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗമായി PV അൻവർ UDF-നെ സഹായിക്കുന്ന ഒരു നിലയുണ്ടാകും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പ്, അതിനുശേഷം അസംബ്ലി തെരഞ്ഞെടുപ്പ് വരികയാണ്. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികവുമായി ബന്ധപ്പെട്ട പരിപാടികൾ ആരംഭിച്ചു കഴിഞ്ഞു. അവിടെ ഒരു തിരഞ്ഞെടുപ്പ് വിജയം, ഒരു ഉപതെരഞ്ഞെടുപ്പ് വിജയം UDF-നെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. LDF ആകട്ടെ കാര്യങ്ങൾ കൃത്യമായി നിരീക്ഷിക്കുന്നുമുണ്ട്. ആര്യാടൻ ഷൌക്കത്ത് എടുക്കുന്ന നിലപാട് വളരെ നിർണായകമാണ്. PV അൻവറിന് വഴങ്ങിക്കൊണ്ട് കോൺഗ്രസ് മുന്നോട്ട് പോയാൽ ഒരുപക്ഷെ ആര്യാടൻ ഷൌക്കത്ത് എന്ത് നിലപാട് സ്വീകരിക്കും? അവിടെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിത്വത്തിന്റെ സാധ്യത പോലും LDF കണക്ക് കൂട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ അവധാനതയോടുകൂടി, ജാഗ്രതയോടുകൂടി കാര്യങ്ങളെ വീക്ഷിക്കുകയാണ്. രാഷ്ട്രീയമായി ഉണ്ടാകുന്ന ചലനങ്ങൾ, അതിന്റെ സാധ്യതകൾ മുതലെടുക്കുക എന്ന ലക്ഷ്യം തന്നെയാകും LDF-ന് മുന്നിലുള്ള കാര്യം. VV വിനോദാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. CV അനുമോദ് കൂടി ചേരുന്നു മലപ്പുറത്ത് നിന്ന്. അനുമോദ്, PV അൻവർ രാജിവെച്ചപ്പോൾ എനിക്ക് തോന്നുന്നു ആ ദിവസവും മറ്റോ നമ്മൾ സംസാരിക്കുമ്പോൾ പറഞ്ഞിരുന്നു അനുമോദിന് ഇനി തിരക്കുള്ള ദിവസമാണ്. ഇതിപ്പോൾ LDF-ഉം UDF-ഉം ഒരുപോലെ പ്രതിരോധത്തിലാവുകയാണ്. PV അൻവർ ഇങ്ങനെ ഒരു സമ്മർദ്ദം മുന്നോട്ട് വെക്കുമ്പോൾ ആ സമ്മർദ്ദ തന്ത്രത്തിലേക്ക് കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറ്റവും അനുകൂലമായ ഒരു സാഹചര്യം കയ്യിൽ നിന്ന് വിട്ടുകളയാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു അനുകൂല സാഹചര്യത്തിലേക്ക് എന്തായാലും അൻവർ കാര്യങ്ങളെ കൊണ്ട് എത്തിക്കുകയാണോ? ശ്രീജ, PV അൻവറിന്റെ തന്ത്രങ്ങൾ വളരെ വ്യക്തമാണ്. കാരണം ഈ ഒരു ഉപതെരഞ്ഞെടുപ്പ് എന്ന് വെച്ചാൽ അൻവറിനെ സംബന്ധിച്ച് മുന്നണിയുടെ ഭാഗമാകാനുള്ള ഒരു സുവർണാവസരമാണ്. അപ്പോൾ അത് ഉപയോഗിക്കാനുള്ള എല്ലാ സമ്മർദ്ദ തന്ത്രങ്ങളും അൻവർ ഉപയോഗിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള തീരുമാനങ്ങളും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രസ്താവനകളൊക്കെ വരുന്നത്. അൻവറിനെ സംബന്ധിച്ച് ഇനി രാഷ്ട്രീയമായിട്ട് UDF അല്ലാതെ മറ്റൊരു അഭയമില്ല എന്നുള്ളത് നമുക്ക് പകൽ പോലെ വ്യക്തമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അൻവർ ഏത് വിധേനയും ഇതിന്റെ ഭാഗമാകാനുള്ള ശ്രമങ്ങൾ നടത്തും. പക്ഷേ അത് മുന്നിൽ കണ്ടുകൊണ്ടാകാം UDF-ഉം ഈ TMC എന്ന പാർട്ടി അല്ലാതെ അൻവറിനെ മാത്രം നമ്മൾ സ്വീകരിക്കാമെന്നൊരു നിലപാടിലേക്ക് എത്തുന്നത്. അൻവറിന് അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ അത് സ്വീകരിക്കാനാകുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. നിലമ്പൂരിലെ ഈ ഉപതെരഞ്ഞെടുപ്പിൽ അൻവർ ഒറ്റയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ, ഒരു പ്രചരണം നടത്തി കഴിഞ്ഞാൽ എത്ര വോട്ടുകൾ കിട്ടുമെന്നതിനെ കുറിച്ചാണ് കോൺഗ്രസ് ആലോചിക്കുന്നത്. അവരോട് പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, അൻവർ നേരിട്ട് മത്സരിച്ചാൽ നേടുന്ന വോട്ടുകളുടെ അത്ര അൻവർ മറ്റൊരാൾക്ക് വേണ്ടി പ്രചരണം നടത്തിയാൽ ഒരുപക്ഷെ കിട്ടുകയില്ല എന്നുള്ളതാണ്. അതായത് അവിടെ അൻവർ ഒറ്റയ്ക്ക് നേരിട്ട് മത്സരിച്ചാൽ ഒരുപക്ഷെ ഫലം നിശ്ചയിക്കുന്ന തരത്തിലുള്ള ഒരു വോട്ട് ഷെയർ അൻവറിന് നേടാൻ സാധിച്ചേക്കും. പക്ഷെ അൻവർ മറ്റൊരാൾക്ക് വേണ്ടി പ്രചരണം നടത്തുമ്പോൾ അത് കിട്ടുമോ എന്നുള്ളതാണ് അവിടെ പ്രധാനമായിട്ട് ഉന്നയിക്കപ്പെടുന്ന ചോദ്യം. അതുകൊണ്ട് തന്നെ അൻവറിനെ UDF-ന്റെ കോൺഗ്രസിന്റെ ഭാഗമായിട്ടുള്ള പദ്ധതികൾ ഇപ്രകാരമാണ്. അതുമായി സഹകരിക്കാൻ കഴിയുമെങ്കിൽ സഹകരിക്കുക എന്ന നിലപാടിൽ തന്നെയായിരിക്കും കോൺഗ്രസ് ഉള്ളത്. അൻവർ ആകട്ടെ ഈ ഒരു നിലപാടിൽ അത്ര തൃപ്തനല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു കാര്യം. ഒരു തരത്തിലും പരസ്യമായ പ്രതികരണത്തിന് 23-ാം തീയതി കഴിയുന്നതുവരേക്ക് തയ്യാറല്ല എന്ന ഉറച്ച നിലപാടിലാണുള്ളത്. പക്ഷേ അദ്ദേഹവുമായി സംസാരിച്ചപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനം അത് UDF-ന്റെ ഭാഗത്ത് വരുന്നത് നിരാശാജനകമാണെന്ന തരത്തിലാണ് അദ്ദേഹത്തിന്റെ ഭാഗം. ശരി, എന്തായാലും നാളത്തെ ചർച്ചയിലേക്ക് നമുക്ക് ഉറ്റുനോക്കാം. നാളെ എങ്ങനെയാണ് ഒരു സമവായം ഉണ്ടാവുക എന്നതാണ് ഏറ്റവും കൗതുകകരമായ കാര്യം. ഈ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പിന്നീടുള്ള ബുള്ളറ്റിനുകളിൽ മടങ്ങിയെത്താം. തിരുവനന്തപുരത്ത് IB ഉദ്യോഗസ്ഥയുടെ മരണത്തിൽ സുഹൃത്തും സഹപ്രവർത്തകനുമായിരുന്ന സുഗാന്ത് സുരേഷിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് ഹൈക്കോടതിയിൽ. ഹർജിയിൽ കേസ് അന്വേഷിക്കുന്ന തിരുവനന്തപുരം പേട്ട പോലീസ് റിപ്പോർട്ട് നൽകും. സുഗാന്തിനെ കഴിഞ്ഞ ദിവസം ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടിരുന്നു. VV വിനോദ് വിവരങ്ങളുമായി. വിനോദ്, സുഗാന്തിനെ പിരിച്ചുവിട്ടുണ്ട്, പക്ഷേ ഇപ്പോഴും സുഗാന്ത് എവിടെ എന്നത് വലിയ ഒരു കൗതുകമായി തോന്നുന്നു. ഇങ്ങനെ കാണാമറയത്തേക്ക് എങ്ങനെയാണ് പോകുന്നതെന്ന്. ഇന്നിപ്പോൾ കോടതിയിൽ ഈ മുൻകൂർ ജാമ്യാപേക്ഷ വരുമ്പോൾ എന്തൊക്കെയായിരിക്കും പോലീസ് ഉന്നയിക്കുന്ന കാര്യങ്ങൾ?
ശ്രീജ, കഴിഞ്ഞ ദിവസമാണ് ഇന്റലിജൻസ് ബ്യൂറോയിൽ നിന്ന് സുഗാന്തിനെ പിരിച്ചുവിട്ടുകൊണ്ടുള്ള നടപടി ഉണ്ടായത്. പ്രൊബേഷൻ പീരീഡ് ആയതുകൊണ്ട് തന്നെ മറ്റ് നിയമ നടപടികളോ വലിയ സാങ്കേതികത്വങ്ങളോ ഇല്ല. പോലീസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു IBയുടെ നടപടി. ലൈംഗിക ചൂഷണം, അതോടൊപ്പം തന്നെ സാമ്പത്തിക ചൂഷണം, ഇക്കാര്യങ്ങൾ വ്യക്തമാക്കി നേരത്തെ FIR രജിസ്റ്റർ ചെയ്തിരുന്നു. ഇതേ കാര്യം തന്നെയാണ് കോടതിയെയും IBയെയും പോലീസ് അറിയിച്ചത്. തിരുവനന്തപുരം പേട്ട പോലീസാണ് ഈ കേസിൽ അന്വേഷണം നടത്തുന്നത്. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സുഗാന്ത് സുരേഷിനെ പിരിച്ചുവിട്ടുകൊണ്ടുള്ള നടപടി ഉണ്ടായത്. പക്ഷേ സുഗാന്ത് ഇപ്പോഴും എവിടെ എന്നത് സംബന്ധിച്ച് പോലീസിന് യാതൊരു വ്യക്തതയുമില്ല. കഴിഞ്ഞ 24-നാണ് പെൺകുട്ടിയുടെ ആത്മഹത്യ ഉണ്ടായത്. തുടർച്ചയായി ലൈംഗിക പീഡനത്തിന് ഇരയാക്കുകയും പിന്നീട് സാമ്പത്തികമായി ചൂഷണം ചെയ്യുകയുമായിരുന്നു. വിവാഹ വാഗ്ദാനം നൽകിയായിരുന്നു ഇത്തരത്തിലുള്ള പീഡനം. ഇരുവരും ഒരുമിച്ച് IBയിൽ ജോലി ചെയ്തവരായിരുന്നു. പക്ഷേ ഇതേ സമയം തന്നെ മറ്റ് പെൺകുട്ടികളുമായും ഇയാൾ അടുപ്പം പുലർത്തി. ഈ മരിച്ച പെൺകുട്ടിയെ ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള നീക്കം പിന്നീട് ഉണ്ടാവുകയും തുടർച്ചയായി ഫോൺ ചെയ്തിട്ടും ഇതിൽ നിന്ന് പിന്മാറാതെ പെൺകുട്ടിയുടെ വീട്ടുകാരോട് പോലും വിളിച്ച് ഇതിൽ നിന്ന് പെൺകുട്ടി ഒഴിവാകണം എന്ന ഒരു കാര്യമാണ് സുഗാന്ത് പറഞ്ഞത്. ഇതെല്ലാം തന്നെ മാനസികമായി പെൺകുട്ടിയെ തളർത്തുകയും പിന്നീട് ഈ ഗർഭചിത്രത്തിന് വിധേയമാക്കിയ കാര്യങ്ങൾ പോലും പുറത്തു വന്നു. അങ്ങനെ വളരെയധികം സമ്മർദ്ദത്തിലാക്കിയിരുന്നു പെൺകുട്ടിയെ. ആ ഒരു മനോവിഷമത്തിലാണ് ആത്മഹത്യ എന്ന കണ്ടെത്തലാണ് ഉണ്ടായത്. പക്ഷേ സുഗാന്തിന്റെ കാര്യത്തിൽ ആദ്യഘട്ടത്തിൽ തന്നെ ഇവിടെ നിന്ന് മലപ്പുറത്തെ വീട്ടിലേക്ക് പോകുന്നതിനുള്ള സാഹചര്യമുണ്ടായി. അവിടെ നിന്ന് കുടുംബസമേതം ഒളിവിൽ പോവുകയും ചെയ്തു. ഒരുപക്ഷെ പോലീസ് ആദ്യഘട്ടത്തിൽ കുറച്ചുകൂടി ഉണർന്നു പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ളൊരു നടപടി ഒഴിവാകുമായിരുന്നു എന്ന തരത്തിലുള്ള ചില കാര്യങ്ങൾ വന്നു. പക്ഷേ പോലീസ് അന്വേഷണത്തിൽ പിന്നീട് കുടുംബം തൃപ്തി അറിയിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. വളരെ പെട്ടെന്ന് തന്നെ മറ്റ് രേഖകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുകയും ആശുപത്രി രേഖകൾ ശേഖരിക്കുകയും ചെയ്തു. ഗർഭചിത്രത്തിന് വ്യാജരേഖകൾ തയ്യാറാക്കിയതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷണത്തിൽ കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഈ നിലയ്ക്കുള്ള അന്വേഷണമാണ് പുരോഗമിക്കുന്നത്. പക്ഷേ സുഗാന്ത് എവിടെ എന്നത് സംബന്ധിച്ച് ഇപ്പോഴും വ്യക്തതയില്ല. രണ്ടാം തവണയാണ് മുൻകൂർ ജാമ്യത്തിനായി ഹൈക്കോടതിയെ സമീപിക്കുന്നത്. വിനോദാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്ത് നിന്ന് ഇന്ന് സുഗാന്തിന്റെ ജാമ്യാപേക്ഷ വീണ്ടും കോടതിക്ക് മുന്നിൽ എത്തുകയാണ്. ഇനി ഇന്നത്തെ സ്പെഷ്യൽ ഡേ വിഷസിലേക്കാണ് പോകുന്നത്. ഞങ്ങളുടെ ഗ്രാഫിക് ഡിസൈനർ റോബിന്റെ ഭാര്യ റോഷ്നയുടെ 26-ാം പിറന്നാളാണിന്ന്. ഒരു പ്രത്യേകത കൂടിയുണ്ട് റോഷ്നയുടെ ഈ പിറന്നാളിന്. ഇരുവരുടെയും വിവാഹശേഷമുള്ള ആദ്യ പിറന്നാളാണ്. അപ്പോൾ റോഷ്നിക്ക് നല്ല ഗംഭീര ഗിഫ്റ്റ് കിട്ടുമെന്ന് ഞങ്ങളും പ്രതീക്ഷിക്കുന്നു. ഹാപ്പി ബർത്ത്ഡേ റോഷ്നി. തിരുവനന്തപുരം വഴുതക്കാട് സ്വദേശിയായ ഗായത്രി മോഹന്റെ പിറന്നാളാണ് ഇന്ന്. ആശംസകളുമായി സുഹൃത്തുക്കളാണ് ഞങ്ങളെ അറിയിച്ചിരിക്കുന്നത്. ഗായത്രി, ഞങ്ങളുടെയും ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ. അലൈനിലുള്ള ജാസിറിന്റെ പിറന്നാളാണിന്ന്. കൂട്ടുകാരാണ് ആശംസകൾ അറിയിക്കുന്നത്. കൂട്ടുകാർക്കൊപ്പം ഞങ്ങളുടെയും ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ. ജാസിർ. അടൂർ തെങ്ങമം സ്വദേശികളായ അനൂപ് ദീപ്തി ദമ്പതികളുടെ 12-ാം വിവാഹ വാർഷികമാണിന്ന്. രണ്ടുപേർക്കും ഹൃദയം നിറഞ്ഞ വിവാഹ വാർഷികാശംസകൾ നേരുന്നു. മകൻ ഇഷാനൊപ്പം ഞങ്ങൾ എല്ലാവരും. തൃശൂർ കൊട്ടേക്കാട് സ്വദേശികളായ ഷിജിലിന്റെയും ശ്രീഷയുടെയും 6-ാം വിവാഹ വാർഷികമാണിന്ന്. ആശംസകളുമായി അച്ഛൻ, അമ്മ, അപ്പു, കുഞ്ഞാപ്പു, സുഹൃത്ത് സുനീഷ്. അവർക്കൊപ്പം ഞങ്ങളുടെയും ന്യൂസ് 18 കേരളത്തിന്റെയും ഹൃദയം നിറഞ്ഞ വിവാഹ വാർഷികാശംസകൾ. വാർത്തകളിൽ നമ്മൾ ഒരു ചെറിയ ഇടവേള എടുക്കുന്നു. പോലീസ് പെട്രോൾ കാണാം.